മോദിയെ മേക്ക് ചെയ്യുന്നതിൽ RSSനോട് പങ്കുണ്ടോ? അല്ല, ആ സംഘം തന്നെയാണോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയാക്കുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് ഒരു പൊതു കൺസെൻസസ് ഉണ്ടാവും. ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമോ? ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ടതല്ല, ഭാരത ഹിന്ദു രാഷ്ട്രമാണ്. ഈ RSS എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തുടങ്ങാനുണ്ടായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം എന്താണ്? മനുഷ്യനിർമ്മാണത്തിലൂടെ സമാജ സംഘടനയുള്ള രാഷ്ട്ര നിർമ്മാണം, അതാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഗാന്ധിജിയൊക്കെ ഒന്ന് RSSകാരാന്ന് പറയുന്നുണ്ടല്ലോ. ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ജനതാ പാർട്ടിയിലെ കുറേ ആളുകൾ പറഞ്ഞു RSSനെ ജനതാ പാർട്ടിയിൽ ലയിപ്പിക്കണം. പഴയ ജനസംഘക്കാരും അവർക്ക് പുതുതായിട്ട് കിട്ടിയ കൂട്ടുകാരെ എല്ലാം കൂടെ പുറത്തു വന്നിട്ടാണ് 1980 ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ ജനസംഘത്തിൻ്റെ ലെഗസി അവർ എടുത്തു. ഈ ഹെഡ്ഗവർ അപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രക്ഷോഭകാരി തന്നെയാണ്. അതെ, അത് ലോകത്തെ ഏറ്റവും വലിയ വോളണ്ടിയർ ഓർഗനൈസേഷനാണ് RSS എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം. 100 വർഷം പൂർത്തിയാവുകയാണ്. 1925 വിജയദശമി ദിനത്തിലായിരുന്നു അതിന് തുടക്കം. 100 വർഷം പൂർത്തിയായതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നു. വാസ്തവത്തിൽ മലയാളികൾ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് RSS എന്ന് പറയേണ്ടിയിരിക്കുന്നു. RSSനെ കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്താണ് ഈ RSS? എങ്ങനെയാണ് RSS പ്രവർത്തിക്കുന്നത്? എന്താണ് RSSൻ്റെ ലക്ഷ്യം? ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുമോ? മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഭാവി അപകടത്തിലാവുമോ? RSSും BJPയും തമ്മിൽ എന്താണ് ബന്ധം? RSSൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിശദമായ ഒരു സംവാദത്തിന് തുടക്കമിടുന്നു ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ R. സഞ്ജയ്. അദ്ദേഹം RSSൻ്റെ പ്രചാരകനാണ്. ദീർഘകാലം RSSന് പദവികൾ വഹിച്ചിട്ടുണ്ട്. RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാർ കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗമായ ഭാരതീയ വിദ്യാകേന്ദ്രം, മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഏറ്റവും വലിയ RSSകാരനായിരുന്ന P. പരമേശ്വരൻ്റെ ശിഷ്യൻ, അദ്ദേഹം തുടങ്ങിവെച്ച ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ. സംസാരിക്കാം. നമസ്കാരം. സന്തോഷം ഇവിടെ വന്നതിലും നമുക്ക് RSSനെ കുറിച്ച് ഒരു ചർച്ച നടത്താൻ കഴിയുന്നതിലും. ഈ ഭാരതീയ വിചാര കേന്ദ്രവും RSSും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് സംഘത്തിൻ്റെ സ്വയംസേവകർ ആരംഭിച്ച ഒരു പ്രസ്ഥാനം എന്നതാണ് അതിൻ്റെ സ്റ്റാറ്റസ്. അത് സംഘപരിവാർ കുടുംബത്തിലെ അംഗം തന്നെയാണോ? ഔദ്യോഗിക അംഗം? അതെ അതെ അതെ, അങ്ങനെ പറയാം. കാരണം സ്വയംസേവകർ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വൈചാരിക രംഗത്തെ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ. വൈചാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ വിചാര കേന്ദ്രം. ഇതുപോലെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിലാളി രംഗത്തും കർഷകരുടെ ഇടയിലും ഒക്കെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സംഘത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആദർശങ്ങൾക്കനുസരിച്ച് സമാജ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാനും രാഷ്ട്രത്തിൻ്റെ മൊത്തം വികാസത്തെ ത്വരിതപ്പെടുത്തുവാനുമുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുന്നത്. ഈ ഭാരതീയ വിചാര കേന്ദ്രം അല്ലാതെ ഈ ബൗദ്ധിക രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റെന്തെങ്കിലും സംഘടന RSS ഉണ്ട്? അല്ല, കേരളത്തിൽ ആ നിലയ്ക്കുള്ള പ്രധാന സംഘടന ഭാരതീയ വിചാര കേന്ദ്രം തന്നെയാണ്. മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ, ഇപ്പോൾ വിചാര സാധന അല്ലെങ്കിൽ മറ്റു പേരുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പരമേശ്വരൻ നേരത്തെ പ്രവർത്തിച്ചിരുന്നു ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും ഡൽഹിയിൽ. അപ്പോൾ അങ്ങനെ പല പേരുകളിൽ അതെ. ഇപ്പോൾ അതിനെ ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതാണിപ്പോൾ പ്രജ്ഞാപ്രവാഹ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്താണ് എല്ലാ സംഘടനകളും വരും. അതൊരു സംഘടനയല്ല, ഫോറമാണ്, ഒരു കോർഡിനേറ്ററാണ്. ഓൾ ഇന്ത്യ സംയോജക മേഖലാ സംയോജകന്മാരൊക്കെ ഉണ്ട്. ഒരു സംഘടനാ സംവിധാനമല്ല, പക്ഷേ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉത്ഭവിച്ച് പ്രവർത്തിച്ചു വരുന്ന സംഘടനകൾക്കെല്ലാം ഒരു അഖില ഭാരതീയ തലത്തിൽ ഒരു ദിശ നൽകാനായിട്ടാണ്. ഈ RSS എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ കീഴിലുള്ള ചെറിയ സംഘടനകളാണ് ഇവയൊക്കെ, അതോ ഇതിനെല്ലാം വ്യത്യാസം? അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവരെല്ലാം RSSകാരാണ്? സംഘടനയുള്ള എല്ലാവരും RSSകാരാവണം നിർബന്ധമില്ല, അല്ല, അതാണ് വസ്തുത. അതിനകത്തൊരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ സ്വയംസേവകർ എന്ന് പറയുന്നത്.
ബാക്കി പൊതുജനങ്ങളുടെ പങ്കാളിത്തമാണ് ഇതിനകത്ത് കൂടുതൽ ഉറപ്പാക്കുന്നത്. ഓക്കെ, നമുക്കിനി RSSലേക്ക് തന്നെ ഈ RSS എന്ന് പറയുന്നൊരു പ്രസ്ഥാനം തുടങ്ങാനുണ്ടായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം എന്താണ്? അത് നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ സംഘസ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിൻ്റെ ജീവിതത്തെ പഠിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ വിചാരധാരയാണ്, അദ്ദേഹത്തിൻ്റെ വിചാരമാണ്, അല്ലെങ്കിൽ ചിന്തകളാണ് അതിന് തുടക്കം കുറിച്ചത്. പ്രധാനമായിട്ട് അദ്ദേഹം ഒരു ജന്മജാത ദേശഭക്തനാണ് എന്ന് പറയാം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നാഗപൂരുകാരനാണ് അദ്ദേഹം. ചെറുപ്രായത്തിൽ തന്നെ ദേശകാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിനുള്ള സാമൂഹ്യ സാഹചര്യവും നാഗ്പൂരിലുണ്ടായിരുന്നു. കാരണം ലോകമാന്യ തിലകൻ്റെ അനുയായികളുടെ ഒരു പ്രധാന സെൻ്ററായിരുന്നു നാഗപൂര്. അതുകൊണ്ട് തന്നെ അവിടെ പൊളിറ്റിക്കൽ വർക്ക് വളരെ സജീവമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ, ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ, അന്ന് ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന കാലമാണ്. 1905, 1910 ആ പീരീഡിൽ ബംഗാൾ അന്ന് രണ്ടായി വിഭജിച്ചു. കഴ്സൻ്റെ അതെ. അത് വിഭജിച്ചത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിട്ടാണ്. അവർ പറഞ്ഞത് ഭരണപരമായ സൗകര്യത്തിനാണ് എങ്കിലും അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭം ബംഗാളിലുണ്ടായി. അതിൻ്റെ അലയൊലികൾ ഭാരതം മുഴുവനും ഒന്നുണ്ടായി. അതിൻ്റെ ഫലമായി 1911 ബംഗാൾ വിഭജനം റദ്ദാക്കി. കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രക്ഷോഭമാണ്. എന്ന് വെച്ചാൽ വിഭജനം റദ്ദാക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതമായി. അല്ലല്ല, അതിൽ ഞാൻ പറഞ്ഞത് ഇപ്പം ഡോക്ടർ ഹെഡ്ഗേവാർ അന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ റിസ്ലെ സർക്കുലർ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ എന്നിറങ്ങി. വിദ്യാർത്ഥികൾ ഈ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പാടില്ല. അതുപോലെ വന്ദേ മാതരം അന്നൊരു പ്രധാന ഒരു ഉദ്ഘോഷമാണ്, അത് ഉച്ചരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിരോധനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിസ്ലെ സർക്കിളിനെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പഠിക്കും. അപ്പോൾ ഈ സ്കൂൾ ഇൻസ്പെക്ടർ വന്നപ്പോൾ ഇവർ മുദ്രാവാക്യം വിളിച്ചു ഒന്നിച്ച് വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. അതോടുകൂടി അദ്ദേഹം രോഷാകുലനായിട്ട് പുറത്തേക്ക് പോയി, സ്കൂൾ അടച്ചു, ഭയങ്കര പ്രക്ഷോഭമായി. അവസാനം കുട്ടികളെല്ലാം മാപ്പ് പറയാം, ഗേറ്റിൽ അധ്യാപകരും അധികൃതരും നിൽക്കും. അപ്പോൾ കുട്ടികൾ ഞങ്ങൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ കയറ്റാം എന്നൊരു ഉത്തീർപ്പിൽ വന്നു. പക്ഷേ ഒരു വിദ്യാർത്ഥി മാത്രം അതിന് വിസമ്മതിച്ചു. അതോടുകൂടി അദ്ദേഹത്തെ ആ സ്കൂളിൽ നിന്ന്, നാഗ്പൂരിലെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം പിന്നീട് മറ്റൊരു ദേശീയ വിദ്യാലയത്തിൽ പഠിച്ചാണ് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയത്. ഇദ്ദേഹം മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയ സമയത്ത് ഇദ്ദേഹത്തെ കൽക്കട്ടയിലേക്ക് അയക്കാൻ അന്നത്തെ അവിടുത്തെ ലീഡേഴ്സ്, നേതാക്കന്മാർ മുൻകൈയെടുത്തു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ. അതിന് അതെ. അത് ഇപ്പം നമുക്കിപ്പോൾ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് സ്പെസിഫിക് ആയിക്കൊള്ളണമെന്നുമില്ല. കാരണം ഈ അന്നത്തെ നാഗപൂരിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു കുട്ടി. എനിക്കത് ബാലഗംഗാധര തിലകൻ്റെ അനുയായികളായിരുന്നു ഇവരൊക്കെ. അതെ. ഈ ഡോക്ടർ BS മുഞ്ചെ അവിടുത്തെ ഒരു പ്രധാന ലീഡറായിരുന്നു. മുഞ്ചയുടെ ലീഡറായിരുന്നു തിലകൻ തോന്നല്ലേ? തിലകൻ്റെ അനുയായികളാണ് മുഞ്ചയൊക്കെ. മുഞ്ചെ പിന്നീട് ഈ നമ്മുടെ ഈ എന്താണ് ഹിന്ദു മഹാസഭയുടെ ലീഡറായി. ഈ തിലക് ഹിന്ദു രാഷ്ട്രീയവും കൂടെ പിടിച്ചു. അന്ന് തന്നെ ഒരു അവിടെ നിന്നാണോ വാസ്തവത്തിൽ ഈ ഒരു ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ തുടക്കം തിലകിലാണോ? അല്ല, അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം തിലകൻ തീക്ഷ്ണമായ ഒരു ദൈക്ഷണിക പ്രതിഭാസമായിരുന്നു. അദ്ദേഹമാണ് 1857 സ്വാതന്ത്ര്യ സമരം വളരെ നിഷ്ഠൂരമായി അടിച്ചമർത്തപ്പെട്ടു. അതിനുശേഷം അവർ ഒരിക്കലും ഇത്തരമൊരു പ്രക്ഷോഭം ഭാരതത്തിൽ ഉണ്ടാവാൻ സാഹചര്യം വരരുത്, എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരുപാട് നടപടികൾ സ്വീകരിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ക്രൗൺ ഏറ്റെടുത്തു. ഇനി മതകാര്യങ്ങളിലൊന്നും ഇടപെടില്ല ഭരണകൂടം എന്നുള്ള വാഗ്ദാനം കൊടുത്തു.
ഒരുപാട് പ്രിക്കോഷൻസ് അവരെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്തു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അത്ഭുതകരമായ 1800 ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ വീണ്ടും ഈ വിപ്ലവത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിത്തീരുകയാണ്. അപ്പോൾ അത് അന്ന് ഈ മറാഠ കേസരി എന്നുള്ള ഈ വാരികകളിലൂടെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു തിലകൻ്റെ. അപ്പോൾ ഏതാണ്ട് 1900 മുതലെങ്കിലും നമുക്ക് പറയാം, ഏതാണ്ട് 1920 വരെ ഗാന്ധിജി വരുന്നിടം വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ ബാലഗംഗാധര തിലകനായിരുന്നു. ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ലാൽ ബാൽ പാൽ നമ്മൾ പൊതുത്തിൽ പറയും. അവരാണ് അതുപോലെ അരവിന്ദ ഘോഷ്, ഇവരൊക്കെയാണ് ആ കാലഘട്ടത്തിലെ വിപ്ലവം. അതുകൊണ്ടാണ് തിലകനാണ് ആദ്യമായിട്ട് പറഞ്ഞത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് തിലകനെ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ വിശേഷിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും മാത്രമല്ല, തിലകനെ ഒന്നിൽ കൂടുതൽ തവണ അവർ അറസ്റ്റ് ചെയ്തു. മണ്ടാലെ ജയിലിലേക്ക് അദ്ദേഹത്തെ ദീർഘകാലം അവർ ഇത് ചെയ്തു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും ഒരു നഗരമായിരുന്നു നാഗപുരം. അപ്പോൾ ആ അന്തരീക്ഷം അദ്ദേഹം വളരുന്നത്. അങ്ങനെ മുഞ്ചയുടെ ശിഷ്യനായിട്ടാണ് ഖഡ്ഗവർ വരുന്നത്. മുഞ്ചയുടെ ഒക്കെ സഹപ്രവർത്തകനായിട്ടാണ് വരുന്നത്. സഹപ്രവർത്തകൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ശിഷ്യത്വം ഉണ്ടെന്ന് വിചാരിച്ചോ, മുതിർന്ന ആളാണല്ലോ, ഇത് വെച്ച് കുട്ടിയല്ലേ. അപ്പോൾ ഇദ്ദേഹത്തെ കൽക്കട്ടയിലേക്ക് അയച്ചത് മുഞ്ചയൊക്കെ അവർ പലരും ചേർന്ന് ധനസഹായമൊക്കെ ചെയ്തിട്ടാണ് അയച്ചത്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ അയച്ചത് പോലും അവിടെ ഒളിപ്പോരൊക്കെ പഠിക്കാൻ പറ്റുന്നതാണോ? അതാണ് അദ്ദേഹം അവിടെ പോയത്. MBBS അതിന് തുല്യമായിട്ടുള്ള അന്നത്തെ LMS, ലൈസൻഷ്യേറ്റ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി എന്നൊരു കോഴ്സുണ്ട്. അപ്പോൾ അതാണ് അവിടെ അന്നത്തെ കോഴ്സ്. അപ്പോൾ അതിന് പഠിക്കാൻ പോകുമ്പോൾ തന്നെ വിപ്ലവത്തിൻ്റെ ഒരു ഉപരിപഠനത്തിന് കൂടിയാണ് പോകുന്നത്. കാരണം ബംഗാൾ അതിൻ്റെ ഒരു അതെ. അദ്ദേഹം അവിടെ പോവുകയും ഈ വിപ്ലവ പ്രസ്ഥാനമായിട്ടൊക്കെ ചേരുകയും ഈ അനുശീലൻ സമിതി എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും പ്രശസ്തമായ അതൊരു സ്വാതന്ത്ര്യ സമര വിപ്ലവ പ്രസ്ഥാനമാണല്ലോ. വേണമെങ്കിൽ പിന്നീട് പറയാവുന്ന ഒരിക്കലും അല്ലാട്ട് ബന്ധമില്ല. ഇല്ല. റവല്യൂഷണറീസ് അത് വേറെ ഒരു ക്ലാസ്സാണ്. അത് വളരെ ഏതാണ്ട് 4ാം മഹായുദ്ധത്തിന് ശേഷമൊക്കെയാണ് ഈ മറ്റുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ് വരുന്നത്. ഇത് അങ്ങനൊന്നുമില്ല. റവല്യൂഷണറീസ് ആണ്, രഹസ്യാത്മക പ്രവർത്തനമാണ്. സായുധ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം നേടണമെന്നാണ്. പശ്ചാത്തലം ഇല്ല ഒരിക്കലും ഇല്ല. കാരണം അവർ ഇവിടെ ഒന്നും എത്തിയിട്ടില്ലല്ലോ ആ സമയത്തായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം 1916 പഠനം പൂർത്തിയാക്കി തിരിച്ചു വന്ന് അന്ന് 2ാം മഹായുദ്ധം 1ാം ലോക മഹായുദ്ധകാലത്ത് വിപ്ലവകാരികളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ഈ ബ്രിട്ടൻ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബ്രിട്ടൻ്റെ എതിരായിട്ടുള്ള ആളുകളുടെയൊക്കെ സഹായം തേടി ഇവർക്ക് ദേശവ്യാപകമായി ഒരു ശൃംഖലയൊക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ബ്രിട്ടനിലെ യുദ്ധം ജയിക്കാൻ പറ്റും എന്നായിരുന്നു വിശ്വാസം. പക്ഷേ യുദ്ധത്തിൻ്റെ പരിണതി മറ്റൊരു രീതിയിൽ വരികയും ഒരു തിരിച്ചടി ഉണ്ടായി ശരിക്കും. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രധാന ആളായിരുന്നു ആ കാലത്ത്, ഹെഡ്ഗേവാർ. അതായത് ബംഗാളും മധ്യഭാരതവും പശ്ചിമ ഭാരതത്തിലും ഒക്കെയുള്ള പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഈ വിപ്ലവ സംഘടനയുടെ അനുശീലൻ സമിതിയുടെ കോർ കമ്മിറ്റിയിലെ ആളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് പോലിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ചലനങ്ങളും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിന് അന്നേരം ബോധ്യപ്പെട്ടൊരു കാര്യം, ഈ രഹസ്യാത്മക പ്രവർത്തനം കൊണ്ട് മാത്രം ഒന്നും നേടാൻ പറ്റില്ല. കാരണം ഭാരതത്തെ പോലുള്ളൊരു വിശാല രാജ്യത്ത് ഈ ഒരുപിടി അവർക്ക് എത്ര ആത്മാർത്ഥമുണ്ടെങ്കിലും അതിനെ നമുക്ക് ഈ രാജ്യത്തെ ഉണർത്താൻ ബുദ്ധിമുട്ടാണ് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പതുക്കെ ഈ വിപ്ലവത്തിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം മാറ്റാൻ, ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയായിരുന്നു അത് പ്രധാനമായിട്ടും. അപ്പോൾ അതൊക്കെ അദ്ദേഹം സമർത്ഥമായിട്ട് പ്രവർത്തി. അദ്ദേഹം പൊതുരംഗത്തേക്ക് അദ്ദേഹം പത്രം തുടങ്ങി, മറ്റു ചില സംഘടനകൾ തുടങ്ങി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ 1920 നാഗപൂരിലെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നാഗപൂർ സമ്മേളനം വളരെ പ്രസിദ്ധമായൊരു സമ്മേളനമാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിജി ആ സമ്മേളനം
സമ്മേളനത്തിനോട് കൂടിയിട്ടാണ് സജ്ജീകരണം. കാരണം ആ വർഷം ആദ്യം തിലകൻ അന്തരിച്ചു. പിന്നീട് ഗാന്ധി യുഗം എന്നാണ് നമ്മൾ പിന്നീട് പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോൾ ആ കാലത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക നേതാവ് എന്ന നിലയ്ക്കാണ്. ആ സമ്മേളനമാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് മൂവ്മെൻറ്റിന് ഒക്കെ അംഗീകാരം കൊടുത്ത സമ്മേളനം. അപ്പോൾ ആ സമ്മേളനത്തിൽ ഏതാണ്ട് ഒരു 2000-ഓളം വരുന്ന വാളണ്ടിയർ കോറിൻ്റെ സംഘാടകനായിരുന്നു ഡോക്ടർ ഹെഡ്ഗേവാർ. അപ്പോൾ അതിനുശേഷം സമ്മേളനത്തിന് ശേഷം നടന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം രാജ്യവിരുദ്ധ പ്രസംഗമാണ് എന്ന് പറഞ്ഞിട്ട് അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഒരു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഗാന്ധിജി ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് മൂവ്മെൻറ്റ് പിരിച്ചു വിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഈ 1921 2022 കാലത്തെ നിസ്സഹകരണ പ്രക്ഷോഭവും അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മുടെ മലബാറിലെ മാപ്പിള ലഹള. അതുപോലെ മാപ്പിള ലഹള കൊണ്ടാണെന്ന് തോന്നുന്നു ഖിലാഫത്ത് പിരിച്ചുവിട്ടത്. അല്ല, അന്നേരം പിരിച്ചുവിട്ടില്ല അദ്ദേഹം. അതിൻ്റെ മറ്റൊരു തമാശ, അദ്ദേഹം പിരിച്ചുവിട്ടത് ചൗരി ചൗരയിൽ, യു പിയിലെ ചൗരി ചൗരയിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും പോലീസുകാരെ അവരെ സമരക്കാരെ ഇത് ചെയ്തു, കൊലപ്പെടുത്തി. അതിന് പ്രതികാരമായിട്ട് പോലീസ് സ്റ്റേഷൻ തിരിച്ചു ജനക്കൂട്ടം. അതോടുകൂടിയാണ് ഗാന്ധിജി സമരം പിൻവലിച്ചത്. മാപ്പിളയുടെ കാലത്തൊക്കെ അദ്ദേഹം മറ്റ് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഈ സംഭവത്തോടുകൂടി കാരണം അദ്ദേഹം എപ്പോഴും വയലൻസ് വന്നാൽ അവർക്ക് കൂടുതൽ വയലൻസ് കാണിക്കാനൊരു ന്യായീകരണമാവും എന്നൊരു സൈക്കോളജി എപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ വയലൻസ് അങ്ങോട്ട് ഉയരാൻ അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ അതെന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആവേശത്തോടെ വിദ്യാർത്ഥികളിൽ പഠിത്തം അവസാനിപ്പിച്ച് വക്കീലന്മാർ കോടതി ബഹിഷ്കരിച്ചും ഒക്കെ ഈ സമരത്തിൽ പങ്കാളികളായപ്പോൾ പെട്ടെന്ന് സമരം പിൻവലിച്ചതോടുകൂടി പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ വലിയൊരു നിരാശ ബാധിച്ചു. എന്നു മാത്രമല്ല ഈ മാപ്പിള ലഹള ഉയർത്തിയ ആ ഖിലാഫത്ത് മൂവ്മെൻറ്റ് തന്നെ പരാജയപ്പെട്ടു. അതെ. അപ്പോൾ അവരുടെ സംഘാടകർ വലിയ നിരാശരായി. കുറേ പേര് ഇന്ത്യ വിട്ടു തന്നെ പോയി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടും ഉത്തരഭാരതത്തിൽ മൊത്തത്തിൽ ഒരു കലാപങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. ഈ നിരാശയുടെ ഫലമായിട്ട് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2, ഡോക്ടർ ഹെഡ്ഗേവാറിനെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തെ അലട്ടിയിരുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ഒരുപിടി ഇംഗ്ലീഷുകാർ ഏതാണ്ട് ഒരു 6000 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് നമ്മളെ കീഴടക്കിയത്? ഇത്രയും വലിയൊരു രാജ്യം, ഇത്രയും വലിയ ജനത, ഇത്രയും ചരിത്രമുള്ളൊരു രാജ്യം, എത്രയോ വീരപുരുഷന്മാരെ പ്രസവിച്ചൊരു നാട്, ഇതിന് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ കീഴടക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ചിന്ത ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ ഒരു ആലോചന വിഷയമാണ്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് നമ്മൾ ഒരു നാട് ആണ്, നമ്മളൊരു രാജ്യമാണ്, ഒരു ദേശമാണ്, നമ്മളൊരു പുരാതനമായ സംസ്കൃതിയാണ്, നമ്മളൊരു മഹത്തായ രാഷ്ട്രജീവിതം നയിച്ചിരുന്നവരാണെന്നൊക്കെയുള്ള ഒരു അഭിമാനം നഷ്ടപ്പെട്ട് കൊച്ചു കൊച്ചു സ്വാർത്ഥതകൾക്ക് വേണ്ടി മത്സരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ആത്മവിസ്മൃതിയാണ്, നമ്മൾ സ്വയം മറന്നു. അതാണ് നമ്മുടെ ഈ തകർച്ചയ്ക്ക് കാരണം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തു വന്നു? പരസ്പര സ്വാർത്ഥത, പരസ്പര മത്സരം, ശത്രുവിനെ മിത്രമായിട്ട് കണക്കാക്കുക, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ മുതലെടുത്തിട്ടാണ് ഈ വിദേശികൾ പല ഘട്ടത്തിലായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ആധിപത്യം സ്ഥാപിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഹിന്ദുത്വ ആശയത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അത് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, അദ്ദേഹം ഈ വിപ്ലവ പ്രസ്ഥാനത്തിലും പിന്നീട് സ്വന്തം നിലയ്ക്ക് പലതരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. എല്ലാത്തിൻ്റെയും ലക്ഷ്യം രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ദേശീയതയെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല ആർക്കും. അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ആരാണ് ദേശഭക്തര്, ദേശീയരാരാണ്?
എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ എതിർക്കുന്നവരെല്ലാം ദേശഭക്തർ, ബ്രിട്ടീഷുകാരോട് വിരോധമുള്ളവരെല്ലാം ദേശഭക്തർ എന്നുള്ള ഒരു വീക്ഷണമാണ്. അതൊരു പ്രതിക്രിയാത്മകമായിട്ട് റിയാക്ഷണറി അപ്രോച്ചാണ് ദേശഭക്തിയെക്കുറിച്ച് നമുക്കുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. കാരണം ബ്രിട്ടീഷുകാർ ഇന്നലെ നാളെ പോകും. ഇപ്പോൾ ഇവർ പോയാൽ നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്ന വികാരം എന്താണ്? അപ്പോൾ അദ്ദേഹം ഇത് ആലോചിച്ചു. കാരണം ഇത് ഇന്നലെ ഉണ്ടായ ഒരു ജനതയല്ലല്ലോ, ഇത്രയും വൈവിധ്യമൊക്കെ ഉള്ള ഒരു ജനത, അവരെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിർത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ എന്തെങ്കിലും ഒരു തത്വം ഉണ്ടാവുമല്ലോ, അല്ലാതെ ഇത് നിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ അതെന്താണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണമാണ്. അദ്ദേഹം നമ്മുടെ കൾച്ചർ തന്നെയാണ് നമ്മളെ കൂട്ടി നിർത്തുന്നത്. പലതരത്തിലുള്ള വൈവിധ്യമുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒരു എന്താണ്, ഒരു അനുഭൂതിയുണ്ട്, ഒരു ഏകതയുടെ അനുഭൂതിയുണ്ട്. ഒരു സ്പിരിച്വൽ ഹിന്ദുയിസമാണോ അതൊരു പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണോ? അതിലേക്ക് ഇത് നമുക്ക് കുറച്ചടുത്ത് നിൽക്കുന്നത് സ്പിരിച്വൽ നാഷണലിസത്തോടാണ്, പൊളിറ്റിക്കൽ അല്ല. അദ്ദേഹം ബേസിക്കലി പൊളിറ്റീഷ്യനാണ് ആയിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പൊളിറ്റീഷ്യൻ ആയിരുന്നല്ലോ. പക്ഷേ ഇത്തരം ഒരു ചിന്ത അദ്ദേഹത്തെ വ്യത്യസ്തമായിട്ട് ചിന്തിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എത്തിയ ഒരു നിഗമനം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വൈവിധ്യമുള്ള ജനതയെ കൂട്ടുകണർത്താൻ ഒറ്റ ഘടകത്തിനെ സാധിക്കുകയുള്ളൂ, നമ്മുടെ കൾച്ചറാണ്. ആ കൾച്ചറിനെ കുറിച്ചുള്ള അവയർനെസ് സൃഷ്ടിച്ചേ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് നമ്മുടെ മാതൃഭൂമിയാണ്. ആസ്വദി ഹിമാചലം നിൽക്കുന്ന നമ്മളുടെയൊക്കെ ഒരു മദർലാൻഡ് എന്നൊരു സങ്കല്പം. ഈ രണ്ട് സങ്കല്പത്തെയും കൾച്ചർ എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരം, അത് നമ്മുടെ ജീവിത രീതി, വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ എല്ലാം ഉണ്ട്. അതിനകത്ത് സർവ്വതുമുണ്ട്. ഈ മതങ്ങളെല്ലാം ഉണ്ട്, ഈ ജൈനമുണ്ട്, ബുദ്ധനുണ്ട്, എല്ലാം അതിനകത്തുണ്ട്. പക്ഷേ ഇതിനെല്ലാം കൂട്ടി നിർത്തുന്ന ഒരു ജീവിതശൈലിയുണ്ട്. അതാണ് അതിൻ്റെ പ്രധാനം. അതിൻ്റെ ഒരു ഭാരതീയ ജീവിതശൈലി എന്ന് നമുക്ക് പറയാം. അത് ബ്രിട്ടനില്ല, അത് സെമിറ്റിക് പാരമ്പര്യത്തിലില്ല, ചൈനക്കാരനില്ല. ഇത് ഈ സർവർക്കറുടെ അല്ല, അത് വരട്ടെ, അത് ഞാൻ പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്ത ഇങ്ങനെ വരികയും അദ്ദേഹം ചിന്തിച്ചത്, കാരണം ഈ രീതിയിൽ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ പോയാൽ ഈ രാജ്യം എവിടെ എത്തില്ല. അപ്പോൾ ഇതിന് ഒരു സമാന്തരമായ ഒരു പ്രവർത്തനം കൂടി ആവശ്യമുണ്ട് എന്നൊരു നിഗമനത്തിൽ വന്നു. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സമാജത്തെ ദേശീയ വീക്ഷണത്തിൽ സംഘടിപ്പിക്കണം. ആ സംഘടിപ്പിക്കണമെങ്കിൽ അതിനൊരു അടിത്തറ വേണമല്ലോ. അത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്, ഹിന്ദുത്വമാണ് എന്ന് അദ്ദേഹം നിഗമനത്തിലെത്തി. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെയാണ് സാവർക്കറുടെ ഹിന്ദുത്വം എന്ന പ്രബന്ധം പുറത്തു വരുന്നത്. അതുവരെ ഹിന്ദുത്വം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഐഡിയോളജി ഇല്ല. ഭാരതീയ സംസ്കാരം ഹിന്ദുത്വം എന്ന് പറഞ്ഞ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹിന്ദുയിസം എന്നാണ്. അതെ, ഹിന്ദുയിസം അങ്ങനൊരു ഐഡിയോളജി ഇല്ല. നമ്മൾ പൊതുവെ പറയാം സനാതന ധർമ്മം എന്നേ പറയുന്നുള്ളൂ. അത് നമ്മുടെ ആത്മീയമായ. അതെ, സനാതന പൊളിറ്റിക്കൽ ആണല്ലോ ഹിന്ദുത്വം എന്ന് പറയുന്നത്, സനാതന ധർമ്മം. അതെ. അപ്പൊ ഇത് ഈ സവർക്കർ എഴുതുന്നത് വരെ ആരും ചെയ്തിട്ടില്ല തോന്നല്ലേ ആ ഒരു അർത്ഥത്തിൽ. ആ വാക്കൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ആകർണാശം. ഹിന്ദുത്വം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പരാമർശം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നേരത്തെ ബംഗാളിലെ ചില എഴുത്തുകാർ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഹിന്ദുത്വം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു സിദ്ധാന്തം പോലെ അവതരിപ്പിച്ചു സവർക്കർ എന്നുള്ളതാണ്. ഈ സവർക്കറും ഹെഡ് ഗവർണറും തമ്മിൽ പരിചയമൊന്നുമില്ല ആ സമയം വരെ. സവർക്കറും തമ്മിൽ ആ സമയത്തില്ല, അദ്ദേഹം ജയിലിലായിരുന്നു. അദ്ദേഹം ഏതാണ്ട് രത്നഗിരി ജയിലിലേക്ക് മാറിയായിരുന്നു ആ സമയം. ഇല്ല, രത്നഗിരിയിലല്ല. അദ്ദേഹം ഏതാണ്ട് 1911 മുതൽ ഏതാണ്ട് 11 വർഷക്കാലം അദ്ദേഹം ജയിലിൽ തന്നെയായിരുന്നു. രണ്ട് കഠിന തടവാണ് അദ്ദേഹത്തിന്. അൻഡമാനിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഹൗസ് അറസ്റ്റായിട്ട് വീട്ടുതടങ്കലിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10 വർഷത്തോളം അവർ ഈ രത്നഗിരിയിൽ താമസിച്ചിരുന്നു. അധികം പുറത്തേക്കൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. ഈ സമയത്ത് അദ്ദേഹം പുസ്തകം എഴുതി. അവിടുന്ന് ജയിലിൽ നിന്ന് എഴുതി പുറത്തേക്ക് വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും അത് ആ പുസ്തകം പൊതുമധ്യത്തിലെത്തി, അത് വായിച്ചു. അല്ല, അതൊക്കെ അന്ന് വളരെ രഹസ്യമായിട്ടുള്ള ഇതാണല്ലോ, ഇന്നത്തെ കൂട്ട് നമ്മൾ വിചാരിക്കുന്നല്ലോ പ്രസിദ്ധീകരിക്കുന്ന അല്ലല്ലോ. അപ്പോൾ അത് വായിച്ചോടുകൂടി അദ്ദേഹത്തിന് കുറച്ചുകൂടെ താൻ ചിന്തിച്ച ലൈൻ തന്നെയാണെന്നുള്ള ഒരു കൺവിക്ഷൻ ഉണ്ടായി. പിന്നെ അദ്ദേഹം ഒരു ക്ലാരിറ്റി വന്നു. പിന്നീട് അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പുതിയൊരു പ്രവർത്തനം, കുട്ടികളുമായിട്ടൊരു പ്രവർത്തനം അങ്ങ് തുടങ്ങുകയാണ്.
അതാണ് അതിൻ്റെ. അല്ല, അപ്പം എൻ്റെ ചോദ്യം, ഈ അദ്ദേഹം ഈ തുടങ്ങും അപ്പം മൂഞ്ചയുടെ ഒക്കെ സപ്പോർട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സ്പെസിഫിക് സപ്പോർട്ടല്ല. അല്ല, അത് അദ്ദേഹത്തിൻ്റെ, കാരണം അദ്ദേഹം കോൺഗ്രസിലും വിപ്ലവ പ്രവർത്തനത്തിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ധാരാളം സഹപ്രവർത്തകരുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമായിട്ട് ധാരാളമുണ്ട്. അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി അദ്ദേഹം യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ. അപ്പം ഇതൊരു വോളണ്ടിയർ സംഘടനയായിട്ടാണ് തുടങ്ങുന്നത്? ആണ്. അതിൻ്റെ സങ്കല്പം അങ്ങനെ തന്നെയാണ്. ആണ്. എന്താണ് RSS അദ്ദേഹം തുടങ്ങുമ്പോൾ ഉദ്ദേശിച്ചത്? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ദേശവ്യാപകമായ നമ്മുടെ സമാജത്തെ സംഘടിപ്പിക്കണം, ദേശോന്മുഖമായി സംഘടിപ്പിക്കണം. കാരണം നമ്മളിങ്ങനെ കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യമുണ്ടെന്നും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് കർത്തവ്യമുണ്ടെന്നും രാജ്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നതും എന്നുള്ളൊരു ഒരു സബോധമായൊരു ചിന്ത പൊതുവെ ശരാശരി പൗരന്മാർക്കില്ലല്ലോ. അപ്പോൾ ജനങ്ങളിലേക്ക് ഈ ഒരു ബോധം ഉണ്ടാക്കണം. അത് പ്രചരണങ്ങൾ കൊണ്ടൊന്നും സാധ്യമല്ല. അപ്പോൾ അതിന് അദ്ദേഹം നിശ്ചയിച്ചത്, അദ്ദേഹം ഈ സമാജത്തെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി അതിന് അനുഗുണമായിട്ടുള്ള വ്യക്തികളെ വാർത്തെടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അപ്പോൾ അതിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നില്ല? രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ ആളുകൾ മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ജനങ്ങളെ സജ്ജമാക്കാൻ കഴിയുന്ന കർമ്മശേഷിയുള്ള വ്യക്തികളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഡോക്ടർ ഹെഡ്ഗെവാറിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നത്, സംഘത്തിൻ്റെ പ്രവർത്തനം മനുഷ്യനിർമ്മാണ പ്രവർത്തനമാണ്, മാൻ മേക്കിംഗ് ആണ്, മിഷൻ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മനുഷ്യനിർമ്മാണത്തിലൂടെ സമാജസംഘടനയുടെ രാഷ്ട്രനിർമ്മാണം, അതാണ് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം അതിനൊരു രൂപരേഖ ഉണ്ടാക്കിയിരുന്നു ഈ, അതായത് RSSന് ഒരു ഭരണഘടനയോ അല്ലെങ്കിൽ ഇതിങ്ങനെയായിരിക്കണം, അതിൻ്റെ പ്രവർത്തനമായിരിക്കണം, ഇപ്പോഴുള്ള രീതിയുണ്ടല്ലോ, സർസംഘചാലകം മുതൽ പ്രചാരകൻ വരെയുള്ള ഈ ഒരു രൂപം അന്നേ രൂപം കൊടുത്തിരുന്നോ? ഇല്ല 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 ഒരുപക്ഷേ ഈ പ്രവർത്തനം എങ്ങനെയൊക്കെ രൂപപ്പെടണം എന്നൊരു ആശയം ഡോക്ടർ ഹെഡ്ഗെവാറിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം, ബീജരൂപത്തിലുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പറയുന്ന ഒരു 10-20 ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മളിന്ന് സംഘം തുടങ്ങുകയാണ് എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. അത്ര പേര് പോലും പിന്നീട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. പേര് തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. പല പേരുകൾ വന്നു, അതിൽ നമുക്ക് ഈ പേര് സ്വീകരിക്കാം എന്നൊരു ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹം എല്ലാം ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എടുക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയം ഇന്നതാവണം എന്ന് അദ്ദേഹം പറയില്ല, ഇവരുടെ മുമ്പിൽ വച്ചിട്ട് ചർച്ച ചെയ്ത് ഒരു പൊതുസമ്മതി വരുത്തിയതിന് ശേഷം അദ്ദേഹം അഭിപ്രായം ഇത് സ്വീകരിക്കാം, ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യപദ്ധതിയുണ്ട്. സംഘത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ദൈനംദിന ശാഖയാണ്, ഒരു മണിക്കൂറുള്ളൊരു കാര്യക്രമമാണ്. ആ കാര്യക്രമം പതുക്കെ രൂപപ്പെട്ടു വന്നതാണ്. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള കാര്യക്രമങ്ങളുണ്ട്, ബൗദ്ധികമായ കാര്യക്രമങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പതുക്കെ രൂപപ്പെട്ട് പെർഫെക്റ്റ് ചെയ്തെടുക്കുകയായിരുന്നു. അത് ആദ്യം അപ്പോൾ എന്താണ് ഇതിനൊരു ഭരണഘടനയുണ്ടോ? അല്ലെങ്കിൽ ഭരണഘടനയുണ്ട്. അത് അന്ന് തന്നെ ഉണ്ടാക്കിപ്പെട്ടതാണോ? റിട്ടൺ ഭരണഘടന ഉണ്ടായത് ഈ 49 കാലത്താണ്, ഗോൾവർക്കറിൻ്റെ കാലത്താണ്. അല്ല അത് നമ്മുടെ നിരോധനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാലോ, ബ്രിട്ടൻ ഒരു റിട്ടൺ ഭരണഘടന ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല, കൺവെൻഷൻസാണ്, അവർക്ക് കൺവെൻഷൻസാണ്. അപ്പോൾ അതുവരെ എങ്ങനെ പ്രവർത്തിച്ചു? ഭരണഘടന ഇല്ലാതാണോ എന്ന് ചോദിച്ചാൽ സംഘത്തിൽ കൺവെൻഷൻസ് ഉണ്ട്, അതിന് കീഴ്വഴക്കങ്ങൾ ഫോളോ ചെയ്തു പോന്നു. പക്ഷേ ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്തു ഒരു റിട്ടൺ ഭരണഘടന വേണം എന്ന്. അതായത് ഗോൾവർക്കറിൻ്റെ ഗുരുജിയുടെ കാലത്ത് നിരോധനം പിൻവലിക്കാനുള്ള ഉപാധിയായിട്ട് അവർ വെച്ച ഒരു കാര്യം അതാണ്. ആ ഭരണഘടനയാണ് ഇപ്പോഴും നമ്മൾ. അതെ മാറ്റമൊന്നും കാര്യം അതിൽ വന്നിട്ടുണ്ടാവും. ഭരണഘടനയിൽ അത്യാവശ്യം ചെറിയ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഐഡിയോളജി എന്താണ്? ഈ സവർക്കറിൻ്റെ ഹിന്ദുത്വയാണോ അതോ പിന്നീട് നമ്മൾ ഗുരുജിയുടെ വിചാരധാരയാണോ? സംഘത്തിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദർശം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സർവ്വതോമുഖമായ ഉന്നതി, അതാണ് പറയുന്നത്.
അത് പ്രാർത്ഥനയിൽ അത് പറയുന്നുമുണ്ട്. വിധായാസ ധർമ്മസ്യ സംരക്ഷണം പരം വൈഭവം നേതുമേധസ്വരാഷ്ട്രം എന്ന് പറയുന്നുണ്ട്. പരമമായ വൈഭവം, രാഷ്ട്രത്തിൻ്റെ പരമമായ വികാസം ലക്ഷ്യമാക്കിയിട്ട് ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ട് രാഷ്ട്രത്തെ പരമമായ വൈഭവത്തിലേക്ക് നയിക്കുക. ഇതാണ് പ്രാർത്ഥനയിൽ പറയുന്നത്. ഇതെന്തുണ്ടായതാ എന്തോ ഈ പ്രാർത്ഥന? ഈ പ്രാർത്ഥന അല്ലല്ല, പ്രാർത്ഥന ആദ്യം മുതലേ ഉണ്ട്. പക്ഷേ നിലവിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥന 1939 അതിൻ്റെ അവസാന രൂപം കൊടുത്തതും 40 മുതലാണ് ചൊല്ലിത്തുടങ്ങിയതും. കാരണം അതിനു മുമ്പുള്ള പ്രാർത്ഥന 2 ഭാഷയിലായിരുന്നു. കുറച്ച് ഭാഗം മറാഠി ഭാഷയിലും കുറച്ച് ഹിന്ദിയും ഉണ്ടായിരുന്നു. അപ്പോൾ നാഗപ്പൂരിന് പുറത്തേക്ക് സംഘം വ്യാപിച്ചപ്പോൾ ഒരു പൊതുഭാഷ എന്നുള്ള നിലയ്ക്ക് അന്ന് സംസ്കൃത ഭാഷയിലുള്ള പ്രാർത്ഥന എടുത്തു. ഇപ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന സംസ്കൃത പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ അടിയിൽ ഭാരത് മാതാ കി ജയ് എന്നൊരു ആഹ്വാനവും ഹിന്ദിയിലുണ്ട്. ഞാനിപ്പോൾ ചോദിക്കുന്ന ഐഡിയോളജി ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് RSS പ്രവർത്തിക്കുന്നത്? എന്തൊരു നമുക്കൊരു ഇനി ഭരണഘടനയെന്നോ അല്ലെങ്കിൽ ഐഡിയോളജി ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഇതുണ്ടല്ലോ. അതെ, അല്ല ഞാനിപ്പോൾ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ മാർഗം ഒന്ന് സംഘടന എന്നതാണ്, സമാജത്തിൻ്റെ സംഘടന. ഒരു സംഘടിത സമാജം അതിൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും സ്വയം പരിഹരിക്കും. അപ്പോൾ കർത്തൃത്വശേഷിയും നേതൃത്വശേഷിയുമുള്ള ഒരു സമൂഹത്തിന് അവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെയൊക്കെ സ്വയം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനെന്ത് വേണം? ഒരാൾക്കൂട്ടം സംഘടനയല്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തികളെ ഈ സംഘടന സംസ്കാരം ലഭിക്കത്തക്കവണ്ണം അവരെ രൂപപ്പെടുത്തുക എന്നതാണ് സംഘത്തിൻ്റെ പ്രവർത്തനം. അപ്പം അതുകൊണ്ടാണ് മാൻ മേക്കിംഗ് ആണ്, അല്ലെങ്കിൽ ക്യാരക്ടർ ബിൽഡിംഗ് ആണ് സംഘത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത്. അതിലൂടെ ദേശവ്യാപകമായ സംഘടന രൂപപ്പെടുകയും ആ സംഘടിത പ്രവർത്തനത്തിലൂടെ രാഷ്ട്രത്തിൻ്റെ പരമവൈഭവത്തിനുള്ള ഒരു അന്തരീക്ഷം, ഒരു ഉണർവ് സൃഷ്ടിക്കുകയുമാണ് സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുവാക്കൾ എന്ന് തുടങ്ങിയെങ്കിൽ പക്ഷേ ഇന്ന് എല്ലാവരും RSS, ഇപ്പം സഞ്ജയ് ചേട്ടനൊക്കെ RSS മാറിയത് എല്ലാവർക്കും ആവുന്നത്. എന്നെ ഇപ്പം രൂപപ്പെടുത്താൻ സാധിക്കില്ല, ഞാൻ രൂപപ്പെട്ട് കഴിഞ്ഞ സാധനമാണ്. ഇപ്പോൾ നാളെ താങ്കൾക്കും ആ സംഘത്തിലേക്ക് വരാം. പക്ഷെ ഞാനൊരു RSSൽ ജീവിച്ച ഒരാളൊരു സ്വയംസേവകമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു ജീവിത രീതി കൊണ്ടും വീക്ഷണങ്ങൾ കൊണ്ടും നിങ്ങളെയും ഞങ്ങൾക്ക് ഈ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് പ്രായമുള്ളവരെയും സ്വീകരിക്കും. പക്ഷേ ഊന്നൽ എപ്പോഴും യുവാക്കളിലാണ്. കാരണം അവരെയാണല്ലോ രൂപപ്പെടുത്താൻ സാധിക്കുന്നത്. അല്ലാതെ മുതിർന്ന ആളുകളെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ അവരുടെ ചിന്താഗതിയിൽ ഒരല്പം പരിവർത്തനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ പ്രായപരിധിയില്ല. സംഘത്തിലെ ആളുകൾ ചേരുന്നതിന് പ്രായപരിധിയില്ല. സ്ത്രീകൾ സംഘത്തിൻ്റെ കാര്യക്രമത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. പക്ഷേ 1936 മുതൽ സമാന്തരമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രവർത്തനമുണ്ട്. അതൊരു സ്വയംസേവകൻ്റെ അമ്മ സംഘസ്ഥാപകനോട് പറഞ്ഞു, എന്താ ഞങ്ങൾക്ക് പെൺമക്കൾക്കും വേണമല്ലോ ഒരു പ്രവർത്തനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുൻകൈ എടുത്ത് തുടങ്ങും, ഞാൻ നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ വ്യവസ്ഥ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1936 മുതൽ രാഷ്ട്രസേവികാ സമിതി എന്നൊരു സംഘടന പ്രവർത്തിക്കുന്നു. അതും RSSന്റെ ഭാഗം തന്നെയാണ്. അതും നമ്മുടെ ഈ പറയുന്ന മൊത്തം ഇതേ പാറ്റേൺ അവിടെ തുടരുന്നത്. ഏതാണ്ട് അവർക്ക് അതേ ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്, പക്ഷേ ഈ കാര്യക്രമങ്ങളെല്ലാം മിക്കവാറും എല്ലാം അവർക്കുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ RSSന്റെ ഭാഗമാക്കുക? അത് ഡോക്ടർ ജിക്ക് അത് പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം കാരണം അന്നത്തെ അന്തരീക്ഷം അല്ല ഇന്ന്. ഇപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ 50% വിമൻസ് രജിസ്ട്രേഷൻ കാലമല്ല ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത്. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത് അന്നത്തെ സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സംഘത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ സമ്പർക്ക വിഭാഗം, അതുപോലെ പ്രചാർ വിഭാഗം, ഇതിലൊക്കെ ഇപ്പോൾ സ്ത്രീകൾ ധാരാളമായി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദൈനംദിന കാര്യക്രമത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നില്ല. എന്നുവെച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളെയും ഒന്നിച്ച് നിർത്തി കാര്യക്രമങ്ങൾ എടുക്കുന്ന ഇതില്ല. കാരണം അവർക്ക് വേറെ കാര്യക്രമമുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികൾ എന്ന് മാത്രമല്ല, നമ്മുടെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ട്. ഇപ്പോൾ മാസ് ഓർഗനൈസേഷൻ, BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സമിതി, ഇതൊക്കെ ധാരാളം സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ ദേശീയ തലത്തിൽ തന്നെയുണ്ട്. ഈ ഡോക്ടറുടെ കാലത്ത് തന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ശാഖ വളർന്ന് നാഗ്പൂർ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം? അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാതൃശാഖ എന്ന് നമുക്ക് പറയാം, നാഗപ്പൂരിലെ ശാഖ.
അപ്പോൾ അദ്ദേഹം 15 വർഷം മാത്രമേ അതിൽ പ്രവർത്തിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്. അപ്പോൾ ആശയത്തിനനുസരിച്ചിട്ടുള്ള ഒരു തലമുറ അവിടെ ഉയർന്നു വന്നു. അപ്പോൾ അവരൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഭൂരിപക്ഷവും. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഈ സ്വയം സേവകരോട് ഡോക്ടർജി പറഞ്ഞു, നിങ്ങൾ ഉപരിപഠനത്തിന് നാഗപ്പൂർ വിട്ടുപോകണം, മറ്റ് നഗരങ്ങളിലേക്ക് പോകണം, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണം. യഥാർത്ഥത്തിൽ നാഗപ്പൂരിലെ കുട്ടികൾ ഉപരിപഠനത്തിന് പോയിക്കൊണ്ടാണ് RSSൻ്റെ വളർച്ചയുണ്ടായത്. അവർ ബനാറസിൽ പഠിക്കാൻ പോയി, അലഹബാദ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയി, മീററ്റിൽ പഠിക്കാൻ പോയി, കാൺപൂർ പഠിക്കാൻ പോയി, പൂനെയിലേക്ക് പോയി. അങ്ങനെയാണ് ഈ സംഘത്തിൻ്റെ വ്യാപനം ഉണ്ടായത്. പിന്നീട് അത് യഥാർത്ഥത്തിൽ ഈ അന്ന് കാശി വിശ്വവിദ്യാലയത്തിൽ ഭയാജി ദാണി എന്ന് പറഞ്ഞു, പിന്നീട് അദ്ദേഹം സംഘത്തിൻ്റെ സർസംഘാലകമായി. അവിടെ പഠിക്കാൻ പോയ ഈ ഭയാജി ദാണിയാണ് ഇന്നത്തെ അധ്യാപകനായ, നാഗപൂരുകാരനാണ്, പക്ഷേ സംഘത്തിനും അറിയില്ല, അദ്ദേഹത്തിന് സംഘത്തെ അറിയില്ല. ഈ ഭയാജി ദാണി എന്ന വിദ്യാർത്ഥിയാണ് ഗുരുജിയെ സമ്പർക്കം ചെയ്ത് സംഘശാഖയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഡോക്ടർജിയെ പരിചയപ്പെടുത്തുകയും ഡോക്ടർജി പിന്നെ അദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അദ്ദേഹം ഇടയ്ക്ക് സന്യസിക്കാനായിട്ട് പോയിരുന്നു ഗുരുജി. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരുസമാധിക്ക് ശേഷം അദ്ദേഹം വീണ്ടും നാഗപ്പൂരിലേക്ക് വന്നപ്പോൾ ഡോക്ടർജി അദ്ദേഹത്തിന് പെട്ടെന്ന് ചുമതലയൊക്കെ കൊടുത്ത് സംഘത്തിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ അദ്ദേഹം ഡോക്ടർജിയുടെ കാലത്ത് തന്നെ RSS അപ്പോൾ എല്ലായിടത്തും തന്നെ എത്തിയോ? അതായത് 1940 കേരളത്തിലെത്തിയിരുന്നോ? മദ്രാസിലെത്തി. മദ്രാസിലെത്തി. അദ്ദേഹം 1940 അദ്ദേഹത്തിന് അവസാനത്തെ ഒരു വർഷം വളരെ കാര്യമായ അസുഖങ്ങളുണ്ടായിരുന്നു. ആരോഗ്യം ക്ഷയിച്ചു. കാരണം ഈ 15 വർഷം അദ്ദേഹം ഭയങ്കരമായി ബുദ്ധിമുട്ടി. ഈ ആളുകളുടെ പരിഹാസവും ഇതെല്ലാം സഹിച്ചാണല്ലോ അദ്ദേഹം ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റേതായ ഒരു വഴി വെട്ടി തുറക്കാണ്. അപ്പോൾ അദ്ദേഹം 1900 അസുഖമായിരിക്കുന്ന സമയത്ത് നാഗപ്പൂരിൽ നടക്കുന്ന പരിശീലന ശിബിരത്തെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ആശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഭാരതത്തിൻ്റെ ഒരു ചെറുരൂപം ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അവിടെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മുമ്പിൽ ഞാൻ ഭാരതത്തിൻ്റെ ഒരു ചെറുരൂപം കാണുന്നു. ഈ സർസംഘ് ചാലക് എന്നുള്ള പദവി അന്ന് തന്നെ ആയതാണോ? അത് ഡോക്ടർജിയുടെ കാലത്ത് തന്നെ ഡോക്ടർജി അറിയാതെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ സർസംഘാലകമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പിന്നെ പ്രവർത്തകരുടെ അഭിപ്രായവും അവരുടെ താല്പര്യവും മാനിച്ച് അദ്ദേഹം അത് സമ്മതിച്ചു. പിന്നെ അതൊരു ട്രഡീഷനായി. അങ്ങനെ തുടങ്ങിയ പദവിയാണ്. അതെ അതെ. അപ്പം 15 കൊല്ലം കൊണ്ട് ഏകദേശം എത്ര ശാഖകളായി? ഏകദേശം ഞാൻ പറഞ്ഞു, ഏകദേശം അന്നത്തെ കാലത്ത് ഒരു 700 ശാഖയൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് തന്നെ ഇത് വളരാൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർപ്പ് തുടങ്ങി. എനിക്ക് 35 മറ്റോ. അതായത് ഈ ഡോക്ടർജി 1921 ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നിസ്സഹകരണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു. പിന്നീട് വന്നൊരു ഗാന്ധിയൻ സമരമാണ് 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം അതിനകം സംഘം തുടങ്ങിയിരുന്നു. പക്ഷേ സർസംഘാലക് പദവി അദ്ദേഹം രാജിവെച്ച് മറ്റൊരു പ്രവർത്തകനെ ആ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹവും ആയിരക്കണക്കിന് അനുയായികളുമായിട്ട് നമ്മുടെ ഇവിടുത്തെ കൂട്ട് ഉപ്പുകുറുക്കലല്ല, അവിടെ വനസത്യാഗ്രഹം എന്നതിന് പറഞ്ഞത്, വനനിയമം ലംഘിക്കുക. അപ്പോൾ അങ്ങനെ വനനിയമം ലംഘിച്ച് 9 മാസം അദ്ദേഹം വീണ്ടും ചെയ്തു. പക്ഷേ ഈ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ഒരു സംഘത്തോട് താല്പര്യമില്ലാത്തൊരു ഗ്രൂപ്പ് സജീവമായി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവർ സംഘത്തിനോടുള്ള ഒരു എതിർപ്പുകൾ ഏതാണ്ട് പ്രത്യേകിച്ച് അത് ഒരു 30കൾ മധ്യത്തോടു കൂടിയിട്ട് 34 അവര് സംഘത്തോടും ലീഗിനോടും പിന്നെ വേറെ പ്രസ്ഥാനത്തോടും സഹകരിക്കരുത്. കോൺഗ്രസ് ഹിന്ദു മഹാസഭ സഹകരിക്കരുതെന്ന് അവര് അല്ലേ? അതെ. ഒരു തെറ്റിദ്ധാരണ പൊതുവിലുണ്ട്. ഈ ഹിന്ദു മഹാസഭയും സംഘവും അല്ലെങ്കിൽ മുഞ്ചയും ഖഡ്ഗേവാറും എല്ലാം കൂടെ ഏതാണ്ട് ഒന്നിച്ചൊരു സംഘടനയാണ്. നല്ല കാരണം ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ
അദ്ദേഹത്തിൻ്റേതായ ഒരു മൗലിക ചിന്തയും ഒരു മൗലികമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അത് ഹിന്ദു മഹാസഭ പ്രധാനമായിട്ട് പൊളിറ്റിക്കലായിരുന്നു. ഹിന്ദു മഹാസഭ അംഗമായിരുന്നില്ലേ? ആയിരുന്നു അദ്ദേഹം. കാരണം അവിടെ അന്ന് വലിയ ഈ പറയുന്ന ഡിവൈഡൊന്നുമില്ല. പിന്നീട് പൊളിറ്റിക്കൽ അംബീഷൻസ് കൂടുതൽ പ്രബലമായതോടുകൂടിയാണ് ഇതെല്ലാം വരുന്നത്. എന്ന് മാത്രമല്ല, പിന്നീട് ഈ മുസ്ലിം ലീഗ് തന്നെ കോൺഗ്രസിനെ ഹിന്ദു പാർട്ടി എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അന്നത്തെ അന്തരീക്ഷത്തിൽ അങ്ങനെ എല്ലാം ഇങ്ങനെ സഹകരിച്ചു പോകുന്ന ഒരു പ്രവർത്തനം ഉണ്ടായി. സവർക്കർ ഹെഡ് ഗവർണറുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി അല്ല, പ്രവർത്തിച്ചു എന്ന് പറയുന്നത് സംഘത്തിലില്ല. ഇപ്പോൾ ഡോക്ടർ ജി സാവർക്കറെ ആദരിച്ചിരുന്നു. എന്ന് മാത്രമല്ല, സാവർക്കർ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നതിലൊക്കെ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ആദരിച്ചിരുന്നു, വളരെയേറെ ആദരിച്ചിരുന്ന വ്യക്തിയാണ്. RSSനെ സംബന്ധിച്ച് സവർക്കർ ഒരു ആരുമല്ല, ഐഡിയോളജി എടുത്തു എന്നല്ലാതെ. അതെ അതെ, ഐഡിയോളജിയുമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം പൊതുവായിട്ടുള്ള. ഇല്ല 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 ഇല്ല. മാത്രമല്ല, അവസാന കാലത്ത് ഈ ഹിന്ദു മഹാസഭയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഏർപ്പെടുന്നില്ല എന്ന നിലയ്ക്ക് അദ്ദേഹം അതിരൂക്ഷമായി സംഘത്തെ വിമർശിച്ചിട്ടുണ്ട്. ഈ സവർക്കറോ? പിന്നെ ഹിന്ദു മഹാസഭയായിരുന്നു അദ്ദേഹം. അതെ അതെ, ഹിന്ദു മഹാസഭ പ്രസിഡന്റ് ആയില്ല പിന്നീട്. ഒരു ആദ്യം പ്രസിഡന്റ്. ഹിന്ദു മഹാസഭയെ സഹായിക്കുന്നില്ല എന്നുള്ള. അതെ അതെ അതെ. എന്നുവെച്ചാൽ അവരുദ്ദേശിക്കുന്ന തരത്തിൽ പൊളിറ്റിക്കൽ വർക്കിനായിട്ട് പോകുന്നില്ല സംഘം എന്ന നിലയ്ക്ക് അതിരൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. കാരണം ഇവിടെ ഇവർ ഈ പറയുന്ന കുറേ ശാരീരിക കാര്യക്രമങ്ങളൊക്കെ ചെയ്യുന്നു, ദക്ഷാരമയൊക്കെ പറയുന്നു, ദണ്ഡ കറക്കുന്നു, ഇവരൊന്നും ചെല്ലില്ല എന്ന അവരുടെ പരാതി. ഇങ്ങനെ ആയുസ് പഴക്കാണെന്നൊക്കെയുള്ള പരാതിയാണ്. പക്ഷേ ഡോക്ടർ ഖഡ്ഗേവാറിനെ കുറിച്ച് ഒരു വീക്ഷണമുണ്ട്. അദ്ദേഹം സൃഷ്ടിക്കുന്നത് കർത്തൃത്വ ശേഷിയുള്ള ദേശസ്നേഹമുള്ള വ്യക്തികളെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രവർത്തനം. രാഷ്ട്രീയമല്ല. രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്ര നിർമ്മാണം. അതെ അതെ, രാഷ്ട്ര നിർമ്മാണം, വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം. സവർക്കർ പക്ഷേ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, ഇമ്മീഡിയറ്റ് രാഷ്ട്രീയത്തിലാണ്. അവർക്ക് സമകാലിക രാഷ്ട്രീയത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ് അവരെല്ലാം. പക്ഷേ ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കൊഴിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഗാന്ധിജി മരണം. അതിന് മുമ്പാണ്, എനിക്ക് അത് കഴിഞ്ഞാന്നറിയാം. ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പോൾ കേൾക്കുന്നത്. അതെങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്തത്? ഹിന്ദു മഹാസഭയുടെ അല്ല RSS ഇപ്പോഴും ഒരു പറയുന്നുണ്ട് ഗാന്ധിജിയൊക്കെ ഒന്ന് RSSകാരാന്ന് പറയുന്നുണ്ടോ? അതെ അല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്ന പോലുള്ള ഒരു ഇതേ ഉള്ളൂ. കാരണം KPCCയുടെ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ആയിരുന്നു EMS. എന്ന് പറയുന്ന പോലെ ഈ ഹിന്ദു കുറച്ച് തീവ്രമായി ഗാന്ധിജിയുടെ ഈ അഹിംസാത്മകമായിട്ടുള്ള സത്യാഗ്രഹങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത കുറേ ആളുകൾ ഉണ്ട്, അക്കാലത്തുണ്ട്. കാരണം വിപ്ലവകാരികളുടെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, അവരാണ് ഹിന്ദു മഹാസഭ. അതെ അതെ. അപ്പോൾ അവർക്ക് ഗാന്ധിജിയുടെ പ്രത്യേകിച്ചും ഈ 1940 പാകിസ്ഥാൻ പ്രമേയവും പിന്നീടുണ്ടായിട്ടുള്ള ഡയറക്റ്റ് ആക്ഷനും കൽക്കട്ടയിലും നവഖാലിയിലും ഡൽഹിയിലുമൊക്കെ ഉണ്ടായ കലാപവും അവിടെ ഗാന്ധിജി അപ്പോഴും ഈ പറയുന്ന സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലുമൊക്കെ വലിയ ഈർഷ്യയുള്ളൊരു വിഭാഗങ്ങളുണ്ടായിരുന്നു. ആ വിഭാഗങ്ങൾ അവരുടേതായ രീതിയിൽ ഗൂഢാലോചന നടത്തി ഗാന്ധിജിയെ എലിമിനേറ്റ് ചെയ്യാനുള്ള പരിശ്രമം നടത്തി എന്നുള്ളതാണ് വസ്തുത. ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ വിഭജനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വലിയൊരു ദുരന്തമായിരുന്നു. അതിൻ്റെ ഒരു കുറ്റബോധം ആർക്കുണ്ടായിരുന്നു? ഗാന്ധിജിക്കല്ല. ഗാന്ധിജിക്ക് നിരാശ. ഗാന്ധി സ്വാതന്ത്ര്യ ദിന പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് എന്തോ കാരണത്താൽ അദ്ദേഹം അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് സമ്മതം മൂളുക ചെയ്തത്. പക്ഷേ വിഭജനവും അതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ നടന്ന അതിഭീകരമായിട്ടുള്ള കൂട്ടക്കൊലകളും ഒഴിഞ്ഞുപോക്കും ഇതെല്ലാം ഈ അന്നത്തെ ഭരണകൂടത്തെ, പ്രത്യേകിച്ചും നെഹ്റു ഉൾപ്പെടെയുള്ളവരെ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാക്കി. അപ്പോൾ അവിടെ ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്കൊക്കെ സർക്കാർ മിഷനറി കംപ്ലീറ്റ് പരാജയപ്പെട്ടു. അവിടെ ഓടിയെത്താൻ RSS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലത്ത് സംഘത്തിൻ്റെ യശസ്സ് വല്ലാതെ വർദ്ധിച്ചു. അപ്പോൾ അതിൽ സ്വാഭാവികമായും രാഷ്ട്രീയ കാരണങ്ങളാൽ അന്നത്തെ ഭരണകൂടം വളരെയേറെ ഇതായിരുന്നു, നിരാശരായിരുന്നു. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ ഈ RSSനെ ഒന്ന് നിരോധിക്കണം
അവരെ ഒന്ന് തടയണം, അവരുടെ വളർച്ചയെ തടയണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയൊരു ഓപ്പർച്യൂൺ മൊമെൻ്റ് ആയിരുന്നു ഗാന്ധിവാദം. ഔദ്യോഗികമായിട്ട് സർക്കാർ ഇത് പ്രസ്താവന ഇറക്കി, ഈ ഇതിനകത്ത് അവർക്ക് റോളുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അന്ന് സർദാർ പട്ടേലിനെ പോലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ പോകുമ്പോൾ കള്ളക്കേസ് തന്നെ ഉണ്ടാക്കും. പക്ഷേ അദ്ദേഹം ത്രൂ ഔട്ട് ഈ കേസ് അദ്ദേഹം തന്നെ നേരിട്ട് പരിശോധിച്ചു. അപ്പോൾ നെഹ്റു അദ്ദേഹത്തിന് ഈ അന്വേഷണത്തിൻ്റെ അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് കത്തുകൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ പട്ടേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം ദൈനംദിന പുരോഗതി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, RSSന് ഈ വിഷയത്തിൽ എന്തായാലും ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് വർക്ക്സിലുണ്ടാകും. അപ്പോൾ മാത്രമല്ല ആ കേസിലൊന്നും RSSൻ്റെ ഒരു പേരാരും പരാമർശിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആരാ പ്രതിയായത്, രണ്ടാം പ്രതിയായത്? അല്ല, അതിൽ ഒരു ധാരാളം പേരുണ്ടായിരുന്നല്ലോ. സവർക്കർ പ്രതിയായിരുന്നു. പിന്നെ സവർക്കർ പ്രതിയായിരുന്നു. നാഥറാം ഗോഡ്സെയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ FIRലോ പിന്നീടുള്ള അന്വേഷണത്തിന് RSSൻ്റെ പേര് തന്നെ ഇല്ല. കാരണം അത് വിദൂരമായി പോലും ബന്ധമില്ല. എന്ന് മാത്രമല്ല, ഗാന്ധിജി ഈ കാലഘട്ടത്തിൽ ഗാന്ധിജി ഒന്നിൽ കൂടുതൽ തവണ RSSൻ്റെ ശാഖയിൽ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം 1934 വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഡൽഹിയിൽ കലാപം നടക്കുന്ന സമയത്ത് അന്നത്തെ ഡൽഹിയിലെ പ്രചാരകനോട് എനിക്ക് ഗുരുജിയെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഡൽഹിയിലല്ലോ അദ്ദേഹത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ അദ്ദേഹം ഡൽഹി വന്ന സമയത്ത് ഗാന്ധിജിയെ കാണാൻ പോയി. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കണം, സമാധാനം ഇറക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികം അറിയപ്പെടുന്ന ഒരാളൊന്നുമല്ലോ, മഹാത്മജി തന്നെ അത് ചെയ്താൽ മതി, കാരണം സമാധാനം വരണമെന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു. അല്ല, നിങ്ങൾ പ്രസ്താവന ഇറക്കണം എന്ന് അദ്ദേഹം നിർബന്ധിച്ച് പ്രസ്താവന ഇറക്കി. എന്നിട്ട് മാത്രമല്ല, എനിക്ക് RSSൻ്റെ പ്രവർത്തകരോട് സംസാരിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന ഭംഗി കോളനിയിൽ, ബിർള ഹൗസിന് അടുത്തുള്ള ഭംഗി കോളനി, ചില ഭംഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലീനിങ് വർക്കേഴ്സ് താമസിക്കുന്ന ഏരിയയാണ്, അതിനടുത്താണ് അദ്ദേഹം പോയി താമസിച്ചത്, ബിർള ഹൗസിൽ. അപ്പോൾ ആ ഭംഗി കോളനിയിലുള്ള ഒരു നമ്മൾ സാംഖിക് എന്ന് പറയുന്ന പല ശാഖകളിലെ പ്രവർത്തകർ വന്നിട്ട് അങ്ങനെ അവിടെ വന്ന ആ സാംഖിക്കിൽ അദ്ദേഹം പങ്കെടുത്തു. അത് 1947 സെപ്റ്റംബർ 16 ഗാന്ധിജി അതായത് മരിക്കുക 5-6 മാസം മുമ്പ് ആ സംഖ്യ പറഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം സ്വയം സേവകരുടെ ചോദ്യത്തിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഗാന്ധിജിയുടെ എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായിട്ട് യോജിച്ചിരുന്നില്ല. പക്ഷേ ഗാന്ധിജി 1920 മുതൽ സംഘസ്ഥാപകൻ തന്നെ ഗാന്ധിജിയുടെ അനുയായിയെ കോൺഗ്രസിൽ പ്രവർത്തിച്ചതാണ്. മാത്രമല്ല നാഗപൂർ കോൺഗ്രസ് ഇദ്ദേഹം ഒരു പ്രമേയം തന്നെ, നമുക്ക് പൂർണ്ണ സ്വരാജ് വേണം എന്നൊക്കെ പറഞ്ഞ് പ്രമേയം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗാന്ധിജി വധത്തിൽ RSS ബന്ധമുണ്ടെന്ന് വെറുതെ പറയുന്ന ഒരു കഥയാണ്, ഒരു തരത്തിൽ ഒരു സാമ്യം പോലും ഇല്ല. മാത്രമല്ല ഈ പറഞ്ഞവരിൽ പല നേതാക്കന്മാരും പലതവണ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല മാർക്കറ്റുള്ള ഒരു സാധനമായിട്ട് അവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതേസമയം ഹിന്ദു മഹാസഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ഹിന്ദു മഹാസഭയിലെ ഒരു വിഭാഗത്തിന്. അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ, അന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഘടനയെ നിരോധിക്കണമെങ്കിൽ ഹിന്ദു മഹാസഭയായിരുന്നു നിയമിക്കുന്നത്. NC ചാറ്റർജി എന്ന് പറയുന്ന ആയിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. അവരെയൊന്നും പിടിച്ചിട്ടില്ല. ഗുരുജിയാണ് അറസ്റ്റ് ചെയ്തത്. പിന്നെ ഗുരുജി അറസ്റ്റ് ചെയ്തു. കാരണം അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു, ഡോക്ടർ മരിച്ചു. 40 അദ്ദേഹം മരിച്ചു. 40 മുതൽ അദ്ദേഹം തന്നെ ഇദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കത്തെഴുതി വെച്ച്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഗുരുജിയാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഗുരുജിയിലേക്ക് വരാം. എങ്ങനെയാണ് ഗുരുജി ഇതിലേക്ക് എത്തുന്നത്? നേരത്തെ സൂചിപ്പിച്ചു പോയി എങ്കിൽ പോലും ഒന്ന് വിശദമായി പറഞ്ഞാൽ കൊള്ളാവുന്നതാണ്. കാരണം ഈ സർസംഘചാല ഇദ്ദേഹത്തിന് പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ മരിച്ചു എന്ന് തോന്നുന്നു. ഡോക്ടർ ജി 51. ഈ 51 മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു അതെ അതായത് ഭാഗ്യവശാല് ഈ 1939 സംഘത്തിലെ ചിന്തൻ ബൈഠക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ഗുരുജിയുടെ കാലം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1931 നാഗപ്പൂരിനടുത്ത് സിന്ധി എന്ന് പറയുന്ന സ്ഥലത്ത്
ഒരു കുറേ ദിവസം നീണ്ടു നിന്ന ഒരു ആലോചന ബൈഠക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബൈഠക്കിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് സംഘത്തിൽ നിലവിലുള്ള പല കാര്യപദ്ധതികളും പ്രാർത്ഥനയും എല്ലാം ഫൈനലൈസ് ചെയ്തു വരുന്നത്. 40 മുതൽ ഇതെല്ലാം നടപ്പിലായി തുടങ്ങിയിരുന്നു. അപ്പോൾ ശരിക്കും ഗുരുജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. അവിടെ സംഘപ്രവർത്തനവും പഠനവുമായിട്ട് അവിടെ എത്തിപ്പെട്ട് സംഘപ്രവർത്തനമുണ്ട്, ശാഖ തുടങ്ങി. സംഘപ്രവർത്തകനാണ് ഗുരുജി. ഇല്ല, അവിടെ ശാഖ തുടങ്ങാൻ പോയ വിദ്യാർത്ഥികളാണ് ഇദ്ദേഹത്തെ ശാഖയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ഇങ്ങനൊരു നാഗപൂരുകാരനുള്ള അധ്യാപകനോടുണ്ടെന്നും അദ്ദേഹം ഇങ്ങനെ ഗുരുജി എന്നാണ് അറിയപ്പെടുന്നതെന്നും ഒക്കെ ഇൻഫർമേഷൻ അറിയപ്പെടുന്നത് എങ്ങനെയാണത്? അത് വിദ്യാർത്ഥികൾ വിളിച്ചതാണ്. കാരണം അദ്ദേഹം അവിടെ വളരെ പ്രിയങ്കരനായൊരു അധ്യാപകനായിരുന്നു. വിദ്യാർത്ഥികളെ സഹായിക്കുക, പഠനത്തിൽ മോശമായ വിദ്യാർത്ഥികളെ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അവർക്ക് ട്യൂഷൻ കൊടുക്കുക, മറ്റു രീതിയിൽ സഹായിക്കുക. ഒരു അധ്യാപകൻ എന്നുള്ള ആദർശ വ്യക്തിത്വം എന്ന നിലയ്ക്കൊക്കെ കുട്ടികളിട്ട ഒരു ഇരട്ടപ്പേരാണ് ഗുരുജി എന്നുള്ളത്. ഈ വിവരം പിന്നെ അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങ് ഉറച്ചു. ഈ വിവരം ഈ ഡോക്ടർ ജി അറിയിക്കുന്നു ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ ജി പിന്നീട് സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. പിന്നെ ഇദ്ദേഹം ഈ ഉദ്യോഗം കാലാവധി അവസാനിച്ചു. അതിനുശേഷം അദ്ദേഹം റിസർച്ചിന് പോയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം തുടർന്നില്ല. മദ്രാസിലെ അക്വേറിയത്തിലായിരുന്നു റിസർച്ച്, ഫിഷറീസിലായിരുന്നു അദ്ദേഹം ഗവേഷണം നടത്തുന്നത്. അതിനുശേഷം അദ്ദേഹം നാഗപൂര് വന്നു. അച്ഛനമ്മമാരുടെയൊക്കെ നിർബന്ധം കാരണം അദ്ദേഹം LLB ചെയ്തു. അവിടെ പ്രാക്ടീസും ആരംഭിച്ചു, ബോർഡുമൊക്കെ വെച്ച് പ്രാക്ടീസൊക്കെ തുടങ്ങി. പക്ഷേ ആ കാലം മുതൽ തന്നെ അദ്ദേഹം നാഗപൂരിൽ ഒരു ബേസിക്കലായിട്ടൊരു സ്പിരിച്വലി ഇതായിട്ടുള്ള ഒരാളായിരുന്നു. അതിനോട് താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ രാമകൃഷ്ണ ആശ്രമത്തിലും പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ, അച്ഛനും അമ്മയോടും ഒന്നും പറയാതെ അദ്ദേഹം നേരെ ഈ പശ്ചിമ ബംഗാളിലെ സാരാഗാച്ചി എന്ന് പറയുന്ന മുർഷിദാബാദ് ജില്ലയിലെ സാരാഗാച്ചി ആശ്രമത്തിൽ പോവുകയാണ്. അത് കൂടെയുള്ളൊരു നാഗപൂരിലെ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്നത്തെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിട്ടുള്ള സ്വാമി അഖണ്ഡാനന്ദ. അതിൻ്റെ പ്രത്യേകത ആദ്യത്തെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് RSSൻ്റെ അല്ലല്ല, ശ്രീരാമകൃഷ്ണ സോറി, അന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ പ്രസിഡൻ്റുമാണ് അഖണ്ഡാനന്ദ സ്വാമി. അതായത് ആദ്യത്തെ രാമകൃഷ്ണ ദേവൻ്റെ ആദ്യത്തെ ശിഷ്യനും വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ശിഷ്യനാണ്. എന്ന് മാത്രമല്ല ശ്രീരാമകൃഷ്ണ പരമ്പരയിൽ ആദ്യം സേവന പ്രവർത്തനം വ്യവസ്ഥാപിതമായിട്ട് തുടങ്ങിയതും ഈ സാരഗച്ചി ആശ്രമമാണ്. അപ്പം അവിടെ നിന്ന് അദ്ദേഹം ദീക്ഷ വന്നു. അദ്ദേഹത്തിന് ദീക്ഷയെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിജി സമാധിയായി. അഖണ്ഡ സമാധിയായതിനു ശേഷം അദ്ദേഹം കൽക്കട്ടയിൽ കുറച്ച് നാൾ സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷം നാഗപൂരിലേക്ക് വന്നു. അപ്പോൾ അനൗപചാരികമായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം ഗുരു തന്നെ പറഞ്ഞു. രണ്ട് കാര്യമാണ്. ഒന്ന്, സംഘത്തിലെ ഈ താടി വളർത്തിയവരില്ല പൊതുവെ. അപ്പോൾ നിനക്ക് ഈ താടിയും മുടിയൊക്കെ ചേരുന്നുണ്ട്. അന്ന് അദ്ദേഹം താടിയും മുടിയൊക്കെ വളർത്തിയിരുന്നു. അപ്പോൾ അത് നീ എടുക്കണം, അങ്ങനെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അതാണ് ഒരു കാര്യം. രണ്ട്, നിനക്ക് തപസ് ചെയ്യാൻ ഹിമാലയത്തിലേക്ക് പോയിട്ട് വരില്ല എന്നൊരു വാക്ക് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുക്കാതെ നാട്ടിലേക്ക് തന്നെ വന്നു. വരുന്ന സമയത്ത് ഡോക്ടർ ജി വീണ്ടും ഇദ്ദേഹത്തെ പിടികൂടിയെന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് ചുമതലയൊക്കെ കൊടുത്തു. അവിടുത്തെ നാഗപൂരിലെ ചുമതല കൊടുത്തു. പിന്നീട് അദ്ദേഹത്തെ സർക്കാര്യവാഹാക്കി, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആക്കി. ഈ ഡോക്ടർ ജിയുടെ കാലത്ത് തന്നെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആക്കി. ഇപ്പം ഹസബുള്ളയുടെ പോസ്റ്റ് അത് തന്നെ അങ്ങനെ ആക്കി. അതെ അതെ. അപ്പം മനസ്സിൽ കരുതി കൂട്ടി തന്നെ ആയിരിക്കും. അതെ അതെ അതെ. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. കാരണം അദ്ദേഹത്തെക്കാൾ സംഘത്തിൽ പരിചയമുള്ള ചെറുപ്പക്കാരൊന്നും ഉണ്ട്. അദ്ദേഹത്തിനന്ന് 34 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഈ ചുമതല മറ്റ് പലരുടെയും കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ ചുമതല പറഞ്ഞു വാക്കാൽ. പക്ഷേ ഈ ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ എത്ര കാലം ആ പദവി തുടർന്ന് സർക്കാർ അല്ല, അത് സംഘത്തിൽ അവരുടെ ജീവിതകാലമാണ് അതിൻ്റെ. ഓക്കെ. കാരണം അത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പോസ്റ്റ് അല്ല. മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞ ഈ അതിന് ഈ ഇദ്ദേഹത്തെ ഈ സഹകാരിയായി സംഘചാലകായി നിയമിച്ച സർക്കാര്യവാഹ എത്ര കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചു ഡോക്ടർ?
വളരെ കുറച്ച് സമയം ഉണ്ടായുള്ളൂ. കാരണം അവസാനത്തെ 1-2 വർഷം അദ്ദേഹം പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. ഈ ഡോക്ടർ ജി മരിക്കുമ്പോൾ പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും സർസംഘചാലകാവുകയാണ്. അതെങ്ങനെ അതിൻ്റെ? അല്ലല്ല, അത് അദ്ദേഹം ഒരു കത്തെഴുതി വച്ചിരുന്നു. ഇപ്പോഴും നമുക്ക് RSSലെ ഈ സർസംഘചാലകനെ തിരഞ്ഞെടുക്കുന്നതിന് അങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയൊന്നുമില്ല തോന്നല്ലേ? അതല്ല, അത് നിലവിലുള്ള സർസംഘചാലകാണ് അത് പ്രഖ്യാപിക്കുക. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം മുതിർന്ന കാര്യകർത്താക്കളുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഗുരുജിക്ക് ശേഷം ബാലാസാബ് ദേവർസി അദ്ദേഹം ഇടയ്ക്ക് വെച്ച് ചുമതല ഒഴിഞ്ഞു. അദ്ദേഹത്തിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് മരിക്കുന്നതിന് മുമ്പ് ഒഴിഞ്ഞു. സാധാരണ മരിക്കുമ്പോൾ വരെയാണ്. അത് ഗുരുജിയുടെ കാര്യത്തിൽ വരെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പിന്നീട് ഗുരുജി ആയിരിക്കും ദേവർഷനെ സജസ്റ്റ് ചെയ്തത്. ആണല്ലോ എന്നുവെച്ചാൽ കൺസൾട്ടേഷൻ ഉണ്ടാവും അതിന് മുമ്പ്. അത് ആ സമയത്ത് അങ്ങനെ പറയുക ഇതുണ്ടാവും. എല്ലാവരും മഹാരാഷ്ട്രക്കാരാണോ? എല്ലാവരും മഹാരാഷ്ട്രക്കാരല്ല. ഇപ്പം ഡോക്ടർ ജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൂലകുടുംബം ആന്ധ്രയാണ്. അവർ മൈഗ്രേറ്റ് ചെയ്തതാണ്. ഈ നൈസാമിൻ്റെ രാജ്യത്ത് നിന്ന് അവരുടെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ മാത്രമല്ല, പിന്നീട് വന്ന ഡോക്ടർ പ്രൊഫസർ രാജേന്ദ്ര സിംഗ് ജി, അദ്ദേഹം UP കാരനാണ്. എന്നിട്ടോ അപ്പം ഈ അങ്ങനെ ഡോക്ടർ ജിയുടെ പേരെടുക്കുന്നു. ഈ ഡോക്ടർ ജി എത്ര കാലം? 15 വർഷം. 15 കൊല്ലം. അദ്ദേഹവും 15 കൊല്ലം. സോറി, ഡോക്ടർ ജി 15. ഞാൻ ചോദിച്ചാൽ ഗുരുജി 33 വർഷം. 33 വർഷം. ഒരു പക്ഷേ ഭാരതത്തെ ഇത്രയും തവണ പരിക്രമം ചെയ്ത് മറ്റൊരാളുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം സംഘത്തിൻ്റെ ഒരു കീഴ്വഴക്കമനുസരിച്ച് അദ്ദേഹം 2 തവണ എല്ലാ സംസ്ഥാനവും സന്ദർശിക്കും. ഒന്ന് പ്രവർത്തകരുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി, 2 പരിശീലന ശിബിരത്തിൽ എല്ലാ വർഷവും അങ്ങനെ പോകണം. ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംഘത്തിൻ്റെ ദൃഷ്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സർക്കാര്യവാഹ സർസംഘാല ഇങ്ങനെ വിഭജിച്ചാൽ പോകുന്നത്. ആൾട്ടർനേറ്റീവ് ഇയേഴ്സിൽ ഓരോ സംസ്ഥാനത്തും എത്തും. അപ്പോൾ ആ നിലയ്ക്കാണ് അദ്ദേഹം 33 വർഷം ഈ ചുമതല വഹിച്ചു. യഥാർത്ഥത്തിൽ സംഘത്തിന് അതിൻ്റെ ചരിത്രത്തിൽ വന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസാണ് ഈ 48-ൽ ഗാന്ധിജിയുടെ വധ ആരോപിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ആ അഗ്നിപരീക്ഷത്തെയൊക്കെ അതിജീവിച്ച് ഈ സംഘത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു അസാമാന്യമായ വ്യക്തിക്ക് മാത്രമേ കഴിയൂ. മാത്രമല്ല 1949 സംഘത്തിൻ്റെ പേരിലുള്ള നിരോധനം പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ സംഘത്തിൻ്റെ ഉള്ളിലുള്ളവരും സംഘത്തിൻ്റെ അനുഭാവികളുമായിട്ടുള്ള പലർക്കും നമുക്ക് ഇനി ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ആവശ്യമുണ്ടോ, നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ പ്രവർത്തിച്ചാൽ പോരെ, പുതിയ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. കാരണം അദ്ദേഹത്തിന് ഡോക്ടർ ജിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആദേശമുണ്ട്. അതായത് അന്ന് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടി. അതെ. അപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയ പാർട്ടി ഹിന്ദു മഹാസഭയുണ്ട്. മാത്രമല്ല ഹിന്ദു മഹാസഭ രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അവർ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. ഇമ്പാക്ട് ഇല്ല. കാരണം ആ ഒരു വേണമെങ്കിൽ RSS പേരിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ആകാമായിരുന്നു. അതെ. എന്നു മാത്രമല്ല, ഇടക്കാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ശ്യാമപ്രസാദ് മുഖർജി ഗുരുജിയെ സമീപിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. പുള്ളിക്ക് തന്നെ തുടങ്ങാനായിട്ട് നമ്മുടെ അതിന് സംഘത്തിൻ്റെ സഹായം. അപ്പം ഗുരുജി ആദ്യം അതിന് സമ്മതം മൂളിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാൻ ചില പ്രവർത്തകരെ നിങ്ങൾക്ക് തരാം. അങ്ങനെയാണ് 1951 ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഭാരതീയ ജനസംഘം നടന്നു. പക്ഷേ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഗുരുജി തയ്യാറായില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ ശക്തിപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എത്തി. അദ്ദേഹം പറഞ്ഞു, എന്തു ചെയ്യും, ഞാൻ അങ്ങനെ ആളുകൾക്ക് ഇതിൽ താല്പര്യമില്ല, ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എല്ലാവരും ഇപ്പം നിലവിലുള്ള എല്ലാവരും പിരിഞ്ഞു പോയാലും ഞാൻ വീണ്ടും ഈ ഒന്നിൽ നിന്ന് തുടങ്ങി ഈ പ്രവർത്തനം എന്ന് നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, തുടർന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് വച്ചു. എന്നുവെച്ചാൽ ഈ സംഗതികൾ എന്തുകൊണ്ടിത് വേണം, എന്തുകൊണ്ടിതുണ്ടായി, എന്തുകൊണ്ട് വേണം എന്നുള്ള വിഷയങ്ങളെ, എന്തുകൊണ്ട് ഇത് രാഷ്ട്രത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നു എന്നുള്ള നിലയ്ക്കുള്ള ആശയങ്ങൾ തലമുറയ്ക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ചിന്തൻ ബൈറ്റിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ പല ഘട്ടത്തിലായിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്.
അല്ല, അപ്പം ഞാനൊരു കാര്യം, ഈ ഗാന്ധി വധം കഴിഞ്ഞു, ഈ സമയത്ത് വലിയ നിരോധനം ഉണ്ടായി. ആ നിരോധനത്തിന് ശേഷം ഒരുപാട് കണ്ടീഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്തു തോന്നുന്നില്ല RSS പ്രവർത്തിക്കാൻ. കണ്ടീഷൻസ് ഒരു കണ്ടീഷനും ഇല്ല. ഭരണഘടന, റിട്ടേൺ ഭരണഘടന വേണം, അത് മാത്രമല്ല. അത് കൊടുത്തു. അത് അന്ന് ഗുരുജി ജയിലിലാണ്. അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുപോയി കാണിച്ചു. അന്നത്തെ മറ്റ് പ്രവർത്തകർ സവർക്കറും ഗുരുജി പ്രതികളാണ്. ഗുരുജി പ്രതി അല്ല, അദ്ദേഹത്തെ പ്രിവെന്റീവ് അറസ്റ്റ്. അതിൻ്റെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിവധം നടക്കുന്നത് 1948 ജനുവരി 30-നാണ്. ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ തൈക്കാട് പോലീസ് മൈതാനത്തിൽ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്വയംസേവകരുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു അദ്ദേഹം, ഈ തൈക്കാട് മൈതാനത്ത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പരിപാടി കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ പരിപാടിയായിരുന്നു. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ വൈകുന്നേരത്ത് തമിഴ്നാട്ടിലെ പ്രമുഖ പൗരന്മാരുടെ ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാർത്ത വരുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ നെഹ്റുവിനും ഗാന്ധിജിയുടെ മകനും ഒക്കെ അദ്ദേഹം ടെലിഗ്രാം അനുശോചന സന്ദേശങ്ങൾ അയച്ചതിന് ശേഷം അദ്ദേഹം പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് നാഗപ്പൂരിലേക്ക് പോവുകയാണ്. നാഗപ്പൂരിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ അവർ അറസ്റ്റ് ചെയ്തു. മനസ്സിലായി. അറസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് വിട്ടയച്ചതിന് ശേഷം സംഘത്തിൻ്റെ ബാൻ നിലനിർത്തി. അതിന് പിന്നെ സത്യാഗ്രഹം ഉണ്ടായി. ഈ ബാൻ ചെയ്ത കാലത്ത് പ്രവർത്തനം ഒന്നും നടന്നില്ല. അപ്പോൾ അദ്ദേഹം ഗുരുജി സംഘം പിരിച്ചുവിട്ടു. താൽക്കാലികമായി സംഘത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചായിട്ട് അദ്ദേഹം അറിയിച്ചു. തിരിച്ച് നിരോധനം പിൻവലിച്ചപ്പോൾ വീണ്ടും തുടങ്ങി. നിരോധനം പിൻവലിച്ചത് തന്നെ രാജ്യവ്യാപകമായ സത്യാഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് അന്ന് കാര്യമായ സത്യാഗ്രഹം നടന്നില്ല. പക്ഷേ അന്നത്തെ സ്വയംസേവരെയൊക്കെ പരമേശ്വരൻ ഉൾപ്പെടെയൊക്കെ പ്രിവെൻറ്റീവ് അറസ്റ്റിലെടുത്തിരുന്നു. സത്യാഗ്രഹം പ്രധാനമായിട്ട് അന്ന് നടന്നത് കോഴിക്കോടാണ്, കേരളത്തിൽ. അങ്ങനെ വീണ്ടും പ്രവർത്തനം. ഈ അദ്ദേഹത്തിന് 33 വർഷക്കാലം 33 വർഷം എന്ത് മാറ്റമാണ് ആ സംഘത്തിനുണ്ടാക്കിയത്? ഒന്ന്, സംഘത്തിൽ ഡോക്ടറുടെ കാലത്ത് സംഘം മാത്രമേ ഉള്ളൂ, ശാഖാപ്രവർത്തനം മാത്രമേ ഉള്ളൂ, മറ്റ് പ്രവർത്തനങ്ങളില്ല. ഇനി മറ്റൊരു പ്രവർത്തനം നമുക്ക് പറയാം, 1936 ഈ സേവികാ സമിതിയുടെ പ്രവർത്തനം. അത് സംഘത്തിൻ്റെ പ്രവർത്തനമല്ല, സ്ത്രീകളുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഈ നിരോധനത്തിന് ശേഷമാണ് നമ്മുടെ വിവിധ രംഗങ്ങളിലേക്കുള്ള പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. അതാണ് ഡോക്ടറുടെ കാലത്ത് വന്ന വികാസത്തിൻ്റെ ഒരു ദിശ. മറ്റൊരു ഘട്ടത്തിലേക്ക് സംഘത്തിൻ്റെ വികാസം പോയി. 49 കാലത്ത് തന്നെ വിദ്യാർത്ഥി പരിഷത്ത് വരുന്നു. 50-ൽ ഈ ഭാരതീയ ജനസംഘ സംഘത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. സ്വയംസേവർ തുടങ്ങിയത്, സ്വയംസേവർ മുൻകൈയെടുത്ത് തുടങ്ങിയതാണ്. പിന്നെ പിൽക്കാലത്ത് ഗുരുജിയുടെ കാലത്ത് തന്നെ തുടങ്ങിയൊരു, പിൽക്കാലത്ത് വലിയ റോള് നിർവഹിച്ച സമയമാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അത് ധർമാചാര്യന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് അന്നത്തെ ചിന്മയാനന്ദ സ്വാമിയുടെ ബോംബെയിലെ സന്ധിനിയിൽ അവിടെ വെച്ചിട്ട് ഒരു ആലോചന യോഗം നടന്നിട്ടാണ് ഈ ധർമാചാര്യന്മാരെയെല്ലാം വിവിധ സമ്പ്രദായത്തിലുണ്ടല്ലോ. കാരണം നമ്മുടെ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ഒരുപാട് യാഥാസ്ഥികമായ വ്യവസ്ഥിതികളുള്ളതാണല്ലോ. അപ്പോൾ അവരുടെ മനസ്സിലും മാറ്റം വരണം, അവരുടെ ചിന്താഗതിയിലും പുതിയ കാലമനുസരിച്ച് മാറ്റം വന്നാലേ സമൂഹത്തിൽ മൊത്തം മാറ്റം വരികയുള്ളൂ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം അത് അവലംബിച്ചത്. അതിൻ്റെ വ്യത്യാസം VHPയും RSS തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പം? അല്ല, അത് RSSൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, RSS ഒറ്റ പ്രവർത്തനം ചെയ്യുന്നുള്ളൂ, അതൊരു പൂർണ്ണ പ്രവർത്തനമാണ്. അത് നമ്മുടെ ഒരു വിദ്യാലയം നടത്തിയാൽ എന്താണ്, ആ മനുഷ്യ നിർമ്മാണം എന്നുള്ള ഒറ്റ ബേസിക്കായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമേ സംഘം ചെയ്യുന്നുള്ളൂ. സംഘം ഒരു സമരത്തിന് പോലും സംഘത്തിൻ്റെ ബാനറിൽ പോകാറില്ല. പക്ഷേ സ്വയംസേവകർ ജീവിതമണ്ഡലത്തിലെ ഏത് രംഗത്തും പ്രവർത്തിക്കാനുള്ള ഒരു ബേസിക് ട്രെയിനിങ് അവർക്കുണ്ട്. അല്ല, VHPയുടെ പ്രധാനമായ ഉദ്ദേശം നമ്മുടെ വിവിധ സമ്പ്രദായങ്ങളിലുള്ള ഈ ഒരുപാട് ഇതുണ്ടല്ലോ, വിഭാഗങ്ങളുണ്ടല്ലോ, ഇവരെയെല്ലാം ഒരു പൊതു ഫോറത്തിൽ കൊണ്ടുവരികയും അവരെയൊക്കെ പുതിയ കാലത്തിനനുസരിച്ച് രാഷ്ട്രോന്മുഖമായി ചിന്തിപ്പിക്കുക തന്നെ വരുള്ളൂ. അല്ലെങ്കിൽ അവരുടെ പൂജയും മോക്ഷവും ഒക്കെ പറഞ്ഞ് അവരിയ്ക്കുകയുള്ളൂ. സമഷ്ടിയായിട്ടുള്ള നമ്മുടെ സാമൂഹികമായിട്ടുള്ളൊരു ലക്ഷ്യത്തിലേക്ക് അവരെല്ലാം ചിന്തിപ്പിക്കുക എന്നുള്ള അതിൻ്റെ ഒരു പൊതു വേദി എന്ന നിലയ്ക്കാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വന്നത്. ഈ സേവാഭാരതി ആ സമയത്ത് തുടങ്ങിയതാണോ? സേവാഭാരതി എന്ന പിൽക്കാലത്ത് വന്നതാണ്. ഡോക്ടറുടെ ജന്മശതാബ്ദി വർഷത്തോടെയാണ് ഒരു സംഘടനയായിട്ട് വരുന്നത്, ഒരു സംവിധാനമായിട്ട് വരുന്നത്. അതിനു മുമ്പ് ആരംഭകാലം മുതൽ സ്വയംസേവരുടെ സ്വാഭാവികമായ ഒരു രീതിയാണ്
സേവനം ആവശ്യമുള്ള പൊതുക്കാര്യത്തിൽ സേവനം ആവശ്യമുള്ളിടത്തേക്ക് എത്തിപ്പെടുക. ഈ ABVP തുടങ്ങിയിട്ടും നമ്മൾ പക്ഷേ ഈ ജനസംഖ്യന് നമ്മൾ അത്രയും വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല. ABVP ഒക്കെ നമ്മൾ വളരെ സജീവമായി തന്നെ കൊണ്ടിരുന്നുണ്ട്. അല്ല, അത് ജനസംഘം അത് പറയാൻ പറ്റില്ല. കാരണം 1952 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ ജനസംഘം മത്സരിച്ചു. അപ്പോൾ കാരണം പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ കോൺഗ്രസ് ആണല്ലോ പ്രധാന കക്ഷി. അപ്പോൾ കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായ വീക്ഷണമുള്ള ആളുകൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, നെഹ്റുവിനോട് അഭിപ്രായ ഭിന്നതയോടുകൂടിയാണല്ലോ. അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. അപ്പോൾ അദ്ദേഹം ഗുരുജിയെ സമീപിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാനുള്ള സഹായം അഭ്യർത്ഥിച്ചു. അപ്പം ഗുരുജിക്ക് അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥ കണ്ടിട്ട് അദ്ദേഹം ആയിക്കോളൂ, ഞാൻ വേണ്ട പ്രവർത്തകരെ തരാം. അങ്ങനെയാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഉൾപ്പെടെ കുറേ പ്രചാരകന്മാരെ അവിടേക്ക് കൊടുത്തു. അപ്പോൾ ആ തലമുറയാണ് ഈ സംഘടനയെ വിപുലപ്പെടുത്തി. ഏതാണ്ട് 1977 വരെ ജനസംഘമായിട്ട് വളർന്നു. പരമേശ്വർജി ഭാരതീയ ജനസംഘത്തിൻ്റെ കേരള സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ഈ ജനസംഘം രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും ഒരുപാട് വളർന്നോ? വന്നെന്ന് വെച്ചാൽ അന്ന് ശക്തമായ സാന്നിധ്യമുണ്ട് അവർക്ക്. അവരാണല്ലോ ഈ മലപ്പുറം ജില്ലാ വിരുദ്ധ പ്രക്ഷോഭമൊക്കെ അക്കാലത്ത് നടത്തിയത്. ജനസംഘത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ നടത്തിയത്. ഓൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കോഴിക്കോട്, അന്ന് മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന കളക്ട്രേറ്റ് കോഴിക്കോടായിരുന്നല്ലോ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഖ്യ ഇല്ലാതെ വന്നു. അടിയന്തരാവസ്ഥയ്ക്ക് അതായത് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിന് ശേഷം പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ ഒന്നിച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചു. ജനസംഘം അതിൽ പ്രധാന ഒരു ഭാഗമായിരുന്നു. അതോടുകൂടി ആ ജനസംഘം എന്നുള്ളതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് അവസാനിച്ചു. അപ്പോൾ ഈ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ജനതാ പാർട്ടിയിലെ കുറേ ആളുകൾ പറഞ്ഞു RSSനെ ജനതാ പാർട്ടിയിൽ ലയിപ്പിക്കണം. അപ്പോൾ അത് സംഘം അതിനുണ്ടായിട്ടുള്ളൊരു പ്രസ്ഥാനമല്ലല്ലോ, അതിൻ്റേതായ ഒരു ദൗത്യമുണ്ട്. അപ്പോൾ സംഘത്തിൽ നിന്ന് അവർക്ക് മെസ്സേജ് കിട്ടി, അത് നടക്കുന്ന കാര്യമല്ല, അത് നടക്കാൻ പോകുന്നില്ല. ജനസംഘമുണ്ട്, ജനസംഘമില്ല, ജയിച്ചു. അപ്പോൾ അവർ പിന്നീട് പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ദ്വയാംഗത്വം പാടില്ല. എന്നുവെച്ചാൽ RSSലും ബന്ധം ജനതാ പാർട്ടിയിലുമായിട്ട് ബന്ധം പാടില്ല എന്ന് സോഷ്യലിസ്റ്റുകൾ ബഹളം ഉണ്ടാക്കി. അതാണ് ദ്വയാംഗത്വ പ്രവർത്തനം ഉള്ള ഇഷ്യൂ ഉയർത്തി വളരെയേറെ കാലുഷ്യമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് പഴയ ജനസംഘക്കാരും അവർക്ക് പുതുതായിട്ട് കിട്ടിയ കൂട്ടുകാരെ എല്ലാം കൂടെ പുറത്തു വന്നിട്ടാണ് 1980 ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ ജനസംഘത്തിൻ്റെ ലെഗസി അവർ എടുത്തു. അവരുടെ ഒരു പാരമ്പര്യം വന്നു, പുതിയ രൂപത്തിൽ അവർ വന്നു 1950. അങ്ങനെ BJP ആയി. അതിനെ പിന്തുണച്ചു. സംഘം ആദ്യമൊന്നും വലിയ അതിൽ അത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല. കാരണം ആ ഒരു പ്രത്യേക ഘട്ടത്തിലും ഇതിലേക്ക് വന്നവരിലൊക്കെ പലതരം ആളുകളുണ്ടല്ലോ. അത് എന്ന് വെച്ചാൽ അധികം അതിനകത്ത് ഇൻവോൾവ് ആയില്ല. ഈ BJPയും RSSും തമ്മിൽ അതിന് ശേഷമുള്ള ബന്ധം, അതായത് ഇപ്പോൾ RSS ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് വരുന്നു, വളർന്നു വരുന്നു. അതിലും അല്ല, നിങ്ങൾക്കും എല്ലാവർക്കും അറിയത്തക്ക ഒരു കാര്യം ഞാൻ പറയാം. സംഘത്തിലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ജനതാ പാർട്ടി ലയിച്ചു, മന്ത്രിസഭയിലെ അംഗങ്ങളായി, പിന്നീട് ഇഷ്യൂസ് ഉണ്ടായി, സംഘത്തിനെതിരെയാണ് ഈ വിമർശനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഭാരതീയ ജനതാ പാർട്ടി പുറത്തു വന്നു. അപ്പോൾ ഇവിടെ സ്വയം സേവകർ രാഷ്ട്രീയമായിട്ട് അഭിലാഷം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട്. സംഘത്തിനല്ല, സ്വയം സേവകരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പല പ്രത്യേകം ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഹിന്ദു മുന്നണിയൊക്കെ വരാൻ തുടങ്ങി. ഹിന്ദു മുന്നണിയുടെ പേരിലൊക്കെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതൊക്കെ വന്നു. BJP അവിടെ ഇരിക്കെ തന്നെ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഒരു യോഗത്തിൽ, നമ്മുടെ കോഴിക്കോട് നടന്ന ഒരു യോഗത്തിൽ തന്നെ ഈ ഒരു വിഷയം ഉയർന്നു വന്നു. ഇപ്പോൾ ഹിന്ദു മുന്നണിയെപ്പോലുള്ള പുതിയ പ്രസ്ഥാനങ്ങളെ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്, പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിഷയത്തിൽ എന്താണ് നിലപാടെന്നൊക്കെയുള്ള ചർച്ചകൾ വന്നു. അപ്പോൾ അന്നത്തെ സർസംഘചാലകൻ ബാലസദേവർച്ചി പറഞ്ഞു, ദേശീയ തലത്തിൽ നിങ്ങളൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പക്ഷേ ധാരാളം സ്വയം സേവകരുള്ളൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പം നിങ്ങളുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളുണ്ടെങ്കിൽ ആ പാർട്ടിയിലൂടെ തന്നെ നിർവഹിക്കുക, ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുക. പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ
അതിനുവേണ്ടി വരുന്ന മാൻ പവർ, മണി പവർ, അതിനുവേണ്ടിയുള്ള ഇതൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞതോടുകൂടി സ്വയം സേവകർക്ക് അതിൻ്റെ ഒരു സന്ദേശം ലഭിച്ചു. അങ്ങനെയാണ് അതുപോലെ അങ്ങനെയാണ് ഈ അടുത്തതല്ല, അടുപ്പത്തിന് പ്രശ്നമൊന്നുമില്ല, കാരണം അവരെ ഫാമിലിപ്പെട്ട ആളുകൾ തന്നെയല്ലോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പാരലായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി, ഹിന്ദു മുന്നണി എന്നൊക്കെ ഉള്ള നിലയ്ക്കുള്ള ആ പ്രവണത അങ്ങ് മാറി, അത് നിന്നു. അതായത് RSSന്റെ പിന്തുണയുള്ള പാർട്ടിയാണ് ഔദ്യോഗിക സ്വയം സേവർക്ക് സ്വീകാര്യമായ ഒരു പാർട്ടിയായിട്ട് ഇതിനെ അംഗീകരിക്കൂ എന്നുള്ള ഒരു മെസ്സേജാണ് വന്നത്. പിന്നെ കൂടുതൽ ഞാൻ ഇപ്പോൾ ഈ സംഘടനാ സെക്രട്ടറി കൊടുക്കുന്ന ഒരു കാലമൊക്കെ വന്നില്ല, അതൊക്കെ എന്നത്തേക്കായി? ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം സംഘടനാ സെക്രട്ടറി കൊടുക്കുന്നു. അല്ല, അത് പണ്ടുകൊണ്ടല്ലോ. ഇപ്പോൾ 1957 സംഘപ്രചാരകനായിരുന്ന പരമേശ്വർജിയെ ജനസംഘത്തിലേക്ക് നിയോഗിച്ചത്. അത് പണ്ടേ ഉണ്ട്. കാരണം ഇപ്പം ഞാൻ ദീനദയാൽ ഉപാധ്യായ, ശ്യാമപ്രസാദ് മുഖർജിയുടെ അഭ്യർത്ഥന അനുസരിച്ച് ദീനദയാൽ ഉപാധ്യായ എന്ന UPയിലെ സഹപ്രാന്ത പ്രചാരകനെയാണ് കൊടുത്തത്, ജനസംഘത്തിന്. അപ്പോൾ BJP രൂപീകരിച്ചപ്പോഴും അങ്ങനെ ചെയ്തു തുടക്കം. അത് നമ്മുടെ ഈ പറയുന്ന സംഘ ആദർശം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഈ സംഘടനാ ശാസ്ത്രം അറിയാവുന്ന പ്രചാരകന്മാരെ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ അതിന്. കാരണം അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് അവിടെ സംഘടന ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഇതിനെ മുഴുവനായിട്ട് സംഘം നിയന്ത്രിക്കുന്നു എന്ന അർത്ഥമില്ല അതിന്. കാരണം ഓരോ സംഘടനയും സ്വന്തം കാലിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നാണ് സംഘം ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിച്ച ഒരു കാര്യം, ഈ VHP പോലെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ വിചാരകേന്ദ്രം പോലെ തന്നെ സംഘത്തിൻ്റെ ഒരു പ്രസ്ഥാനമാണോ BJP? സംഘത്തിൻ്റെ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങളിലാണ് ബന്ധം. അവിടെ ഒലച്ചിൽ വന്നാൽ ബന്ധത്തിന് ഇതുള്ളൂ. ഒന്ന്, ആശയപരമായ ഒരു പൊതുമണ്ഡലമുണ്ട്, ഒരേ ആശയം ഷെയർ ചെയ്യുന്നവരാണ് എന്നതാണ്. 2, സംഘം വളർത്തിയെടുത്തിരിക്കുന്ന ചില മൂല്യസങ്കല്പങ്ങളുണ്ട്, അതും അവിടെ പ്രകാശപ്പെടണം. അല്ലെങ്കിൽ സംഘത്തിൻ്റെ ഉള്ളിൽ അതൊരു സ്വയം സേവർക്കൊരു അഭിപ്രായ ഇത് വരാം. അപ്പോൾ ഈ 2 കാര്യങ്ങളെ പിന്തുടരണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സംഘം മുന്നോട്ട് വയ്ക്കുന്ന ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണം, സംഘ ആദർശത്തെ വെക്കണം. അല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും, ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലും, പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്തുന്ന കാര്യത്തിലും, ഫണ്ട് രൂപീകരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും അവർ സ്വതന്ത്രമാണ്. അതിൽ സംഘം നേരിട്ട് ഇടപെടത്തില്ല. ഇല്ല. പിന്നെ വേറെ ഒരു സംവിധാനമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടനാ സെക്രട്ടറിമാരല്ലാതെ ഇപ്പോൾ സംഘത്തോട് എന്തെങ്കിലും സംസാരിക്കണം. ഇപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രത്തിന് സംഘത്തോട് എന്തെങ്കിലും സംസാരിക്കണം, എന്തെങ്കിലും പ്രശ്നം ചർച്ച ചെയ്യണമെങ്കിൽ അതിന് ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടുണ്ട്, ഒരാളെ നിശ്ചയിക്കും, അവരോട് സംസാരിക്കാം. BJPക്ക് അങ്ങനെ തന്നെ എല്ലാത്തിനും ഉണ്ട്. അത് ഓൾ ഇന്ത്യയിൽ അങ്ങനെ സംവിധാനം. അല്ല, ദൈനംദിന കാര്യങ്ങളിൽ നേരിട്ട് സംഘം ഇടപെടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധമുണ്ട്, അതേസമയം അതൊരു ഒരു ടൈറ്റ് ഒരു കൺട്രോൾ കൊണ്ടുവരുന്ന. അപ്പോൾ BJPയും RSSും സമാന്തരമായി തന്നെ പോകുന്നതാണ്, ബദലാകാനോ വിട്ടുപോകാനോ പറ്റത്തില്ല. ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്നത് സംഘത്തെ സംബന്ധിച്ചുള്ള ആർക്കും പറ്റില്ല. ബാക്കി ഒന്നിനെ കുറിച്ചും എനിക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർക്ക് അല്ല, ഇപ്പോൾ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും RSS ആവാം. കാരണം സംഘം മാൻ മേക്കിംഗ് മിഷനാണുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു പോലീസ് ഓഫീസർ സ്വയം സേവകമാണെന്ന് പറഞ്ഞില്ലേ, ജേക്കബ്, അദ്ദേഹത്തിന് ശാഖാ പരിപാടിയിൽ പങ്കെടുത്താൽ അദ്ദേഹം ആ നിലയ്ക്ക് വരും. സ്വാഭാവികമാണ്, ഒരു കാര്യക്രമമാണല്ലോ, സംഘത്തിൻ്റെ ഒരു കാര്യക്രമമാണ്. അതിനകത്ത് വേറെ കൺസിഡറേഷൻ ഒന്നുമില്ല. നിങ്ങൾ ആ കാര്യക്രമത്തിൻ്റെ ഭാഗമാകുമെങ്കിൽ നിങ്ങൾക്ക് സ്വയം സേവകം, അതിലൂടെ സംഘം ഉദ്ദേശിക്കുന്ന സ്വയം സേവനം ഉണ്ടാവും. അതാണ് സംഘം വിചാരിക്കുന്നത്. സംഘത്തിന് ജനാധിപത്യമില്ല എന്ന് ഞാൻ ആരോടും ഉന്നയിച്ചാൽ തെരഞ്ഞെടുപ്പ് അങ്ങനെയൊന്നും ഇല്ലല്ലോ, അത് വളരെ തെറ്റിദ്ധാരണയാണ്. കാരണം സംഘത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് സർക്കാര്യവാഹാണ്. 3 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. താഴത്തെ തട്ട് മുതൽ ശാഖാതലം മുതലുള്ള അഖില ഭാരതീയ പ്രതിനിധി സഭ എന്നൊരു സംവിധാനമുണ്ട്. അതാണ് അതിൻ്റെ സംഘത്തിൻ്റെ പരമാധികാര ബോഡി, അഖില ഭാരതീയ പ്രതിനിധി സഭ. ആ പ്രതിനിധി സഭയിലേക്ക് പ്രതിനിധികളെ ശാഖാതലം മുതൽ സംഖ്യയുടെ പ്രൊപ്പോർഷണലായിട്ട് തിരഞ്ഞെടുത്താണ് പോകുന്നത്. ആ സഭ 3 വർഷം കൂടുമ്പോൾ എത്ര പേരുണ്ട് പ്രതിനിധി സഭയിൽ? 1200 പേര് വരും. അത് സംഖ്യ അനുസരിച്ചിട്ടാണ് എത്ര പേർക്ക് ഒരു
അതാണോ അതിൻ്റെ ഫൈനൽ കോർ? അതാണ് വരുന്നത്. അപ്പോൾ രണ്ട് സംവിധാനമാണ് അതിൻ്റെ ഭരണപരമായിട്ട്. ഒന്ന് എക്സിക്യൂട്ടീവ്, അഖില ഭാരതീയ കാര്യകാരി അതിൽ ഏകദേശം എത്ര പേര് കാണും? അതിൽ ഒരു 100-120 പേര് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടോ? പിന്നെ വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമല്ലോ. അവരുടെ ഒരു ചീഫാണ് ഈ സർസംഘചാലകൻ. എക്സിക്യൂട്ടീവിൻ്റെ ഒരു മാർഗദർശക എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്ന? ഇല്ല എല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്നില്ല. അതായത് സർക്കാർ വക തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. നമ്മുടെ പ്രാന്ത സംഘചാലകന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ജില്ലാ സംഘചാലകന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ക്ഷേത്രീയ സംഘചാലകന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ഈ പ്രതിനിധികൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് അതാത് ലെവലിൽ. ഈ സ്ട്രക്ചർ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞു, അതായത് ഇപ്പം CPM-നാണെങ്കിൽ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ. അതെ അല്ല അങ്ങനെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഓൾ ഇന്ത്യ എക്സിക്യൂട്ടീവ്, ഓൾ ഇന്ത്യ പ്രതിനിധിസഭ, ഓൾ ഇന്ത്യ എക്സിക്യൂട്ടീവ്, സർസംഘചാലക്, സർസംഘചാലക് ഉൾപ്പെടെ സർസംഘചാലകും സർക്കാരിവാഹവും സംഘത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ളവരും 6 വിഭാഗങ്ങളുണ്ട് അവരും, അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, സ്പെഷ്യൽ ഇൻവൈറ്റീസ് എല്ലാവരും കൂടെ ചേരുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. അവരുടെ ടോപ്പ് അതോറിറ്റി. പിന്നെ ക്ഷേത്രീയ പ്രതിനിധിസഭ, അഖില ഭാരതീയ പ്രതിനിധിസഭ, അതാണ് നാഷണൽ ആയിട്ടുള്ള. അത് നാഷണൽ ആയിട്ടുള്ള. പിന്നെ സ്റ്റേറ്റ് വൈസ് പിന്നെ ഇതുണ്ട്, നമ്മുടെ ക്ഷേത്രം എന്ന് പറയും. അതായത് 2-3 സംസ്ഥാനങ്ങൾ ചേർന്ന്, ഇപ്പോൾ തമിഴ്നാട്, ഉത്തര ദക്ഷിണ കേരളവും കൂടെ ചേർന്നിട്ട്, ഉത്തര ദക്ഷിണ ചേർന്നിട്ട് ദക്ഷിണ ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിനും ഈ പറയുന്ന ഒരു കാര്യകർത്താക്കളുടെ ഒരു സംവിധാനമുണ്ട്. പിന്നെ സ്റ്റേറ്റിനുണ്ട്. പിന്നെ അതിന് താഴെ വിഭാഗമുണ്ട്. നമ്മൾ ഇപ്പോൾ നേരത്തെ 2-3 ജില്ലകൾ ചേർന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രവർത്തനത്തിൻ്റെ വൈപുല്യം കൊണ്ട് ഒരു റവന്യൂ ജില്ല, ഒന്നിൽ കൂടുതൽ ജില്ലകളാണ് നമ്മൾ. അപ്പോൾ ഒരു റവന്യൂ ജില്ല ഒന്നിൽ കൂടുതൽ ജില്ലകളാവുകയും ഒരു റവന്യൂ ജില്ല ഒരു വിഭാഗമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ ഇപ്പോൾ 2ആയിട്ടുള്ളത് കൊണ്ട് വിഭാഗിൻ്റെ എണ്ണം വർദ്ധിച്ചു. കേരളത്തെ 2ആക്കിയാണ് കാണുന്നത്. കേരളം ഉത്തരം ദക്ഷിണം എന്ന് പറഞ്ഞിട്ട് 2ആയിട്ടുണ്ട്. തിരുവനന്തപുരം അല്ല എറണാകുളം വരെ ഒരു. അതിനങ്ങനെ മാറ്റാൻ കാര്യപ്പെട്ടത് അത് പ്രവർത്തനത്തിൻ്റെ വൈപുല്യം കൊണ്ട്. പ്രവർത്തനത്തിന് കൂടുതൽ കാര്യകർത്താക്കൾ വരുമല്ലോ ഈ വിഭജനം ഉണ്ടാകുമ്പോൾ. കൂടുതൽ ഈ RSSൻ്റെ ഈ ഫുൾ ടൈം പ്രവർത്തകരെ, പ്രചാരകന്മാർ, അങ്ങനെ എത്ര പേര് കാണും? അത് 200-ന് താഴെയുള്ളൂ കേരളത്തിൽ. അതനുസരിച്ച് ഓൾ ഇന്ത്യയിൽ തലത്തിലൊരു സംഖ്യ ഉണ്ടാവും. ഈ പ്രചാരകർ എന്ന് ഒരാളാണ് എന്നെ ചെയ്യണം അയാൾ? അത് ഇപ്പം നമ്മുടെ പ്രചാരകർ എന്ന് വെച്ചാൽ അത് വോളണ്ടറി ആയിട്ട് പോകുന്നതാണ്. വിവാഹിതരാകാൻ പാടില്ലെന്നുണ്ടോ? പാടില്ല എന്നുള്ളത് ഒരു ട്രഡീഷൻ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരാളൊരു പ്രചാരകന് വിവാഹം കഴിക്കണമെന്ന് തോന്നിയാൽ അദ്ദേഹം സംഘത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് പോകാം. അല്ല, അപ്പോൾ പ്രചാരക സ്ഥാനം മാറും. അപ്പോൾ ഈ പ്രചാരകരുടെ ജോലി എന്താണ്? പ്രചാരകൻ്റെ ജോലി, അവർക്ക് പദവിയൊന്നുമില്ല, പ്രചാരകനേ ഉള്ളൂ. പ്രചാരകൻ എന്നുള്ളത്. അല്ലാതെ അവർ RSSൻ്റെ മറ്റേ വലിയൊരു പദവിയിലിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ജില്ലയുടെ പ്രചാരകൻ എന്ന് പറയും, വിഭാഗിൻ്റെ പ്രചാരകൻ എന്ന് പറയും, പ്രാന്തത്തിൻ്റെ പ്രചാരകൻ എന്ന് പറയും. അപ്പോൾ ആ ശ്രേണി ഏതാണ്ട് താലൂക്ക് മുതലുണ്ട്. പ്രചാരകന്മാരുടെ ഒരു ശ്രേണിയുണ്ട്. അവർ വിവാഹിതരാകുന്നില്ല പൊതുവെ? ഇല്ല. ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് പൊതുവെ അങ്ങനെ പാടില്ലല്ലോ. കാരണം ഞങ്ങൾ പ്രചാരകന്മാരങ്ങനെ ഒരു ശമ്പളമുള്ളവരൊന്നും അല്ലല്ലോ. അത് അങ്ങനെ അവർക്ക് പിന്നെ എന്തിനാണ് ബാങ്ക് അക്കൗണ്ട്? അവർക്ക് അങ്ങനെ ഡെഫിനറ്റ് ഇൻകം ഇല്ലല്ലോ. ബാങ്ക് അക്കൗണ്ട് വേണ്ട. പിന്നെ എന്തൊക്കെയാണ്? സംഘമാണ് അവരെ സംരക്ഷിക്കുന്നത്. സംഘത്തിന് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കെല്ലാം സംഘത്തെ സമീപിക്കാം. സംഘത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യും. എല്ലാ കാര്യവും അവർ സംഘം. ദൈനംദിനം ജീവിക്കാൻ ചിലവ് വേണ്ടേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. ആ കാര്യങ്ങൾ ആരംഭകാലത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് സംഘത്തിൻ്റെ ഒരു സാമ്പത്തിക സമാഹരണ സംവിധാനമുണ്ട്, ഗുരുദക്ഷിണ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് പ്രചാരകന്മാരുടെ യാത്ര. ഇവരുടെ ജോലി എന്താണ് ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട? സംഘടന പ്രധാനമായും ശാഖാ പ്രവർത്തനങ്ങളെ വിപുലപ്പെടുത്തുന്നതിൽ പ്രവർത്തകരെ സഹായിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് സംഘത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരെ അക്കാര്യത്തിൽ സഹായിക്കുക സ്ഥാനീയ കാര്യകർത്താക്കൾ. അതുകൊണ്ട് പ്രചാരകന്മാരെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല സ്ഥാനീയ കാര്യകർത്താക്കളാണ്. ഇപ്പോൾ ജില്ലയെന്ന് പറയുമ്പോൾ ഒരു പ്രചാരകനേ ഉള്ളൂ, ജില്ലാ പ്രചാരകൻ.
താലൂക്കിലൊരു പ്രചാരമുള്ളൂ. പക്ഷേ അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീമുണ്ട്. ഈ സംസ്ഥാന തലവൻ എന്ന് പറഞ്ഞാൽ പ്രാന്തപ്രചാരകല്ലേ? അതെ അതെ, അദ്ദേഹവും പ്രോവിൻസ് എന്നുള്ളതിനർത്ഥത്തിൽ അദ്ദേഹവും അവിവാഹിതനാവണം. ആകണം എന്നുള്ളതല്ല, ആണ്. അവർക്കൊന്നും സാമ്പത്തിക ഇടപാടൊന്നും പാടില്ല അല്ലേ? അതിലെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം എന്താ സുതാര്യമായി ഇരിക്കണം. അവർക്ക് അക്കൗണ്ടൊക്കെ കൊടുക്കണം, ചിലവുകളൊക്കെ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കണ്ടുപിടിച്ച അന്വേഷണവും നടപടിയൊക്കെ ഉണ്ടാവാം. അന്വേഷണമൊന്നും ആവശ്യമില്ലല്ലോ, അതൊരു മോറൽ ഇതല്ലേ. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അതിനൊരു മോറൽ ഇതുണ്ടല്ലോ. ഡോക്ടർജിക്ക് ശേഷം ഗുരുജി വന്നു, ഗുരുജിക്ക് ശേഷം ദേവറഷ് വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പോരുവാണല്ലോ. അപ്പോൾ 6 പേര്, 6ാമത്തെ ആളാണ് മോഹൻ ഭഗവത് അല്ലേ? ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു കാലത്ത് ഒരു തർക്കമോ പ്രതിസന്ധിയൊന്നും ഉണ്ടായിട്ടില്ല. അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് തന്നെ പരിപാടി ചെയ്തത്. അല്ല, സംഘത്തിനുള്ളിൽ അങ്ങനെ തർക്കവും ഇതുണ്ടാവാറില്ല. കാരണം സംഘത്തിൽ ഒരാൾക്കൂട്ടമല്ല, അത് ഒരു പ്രത്യേകമായ വീക്ഷണവും സംസ്കാരവും ജീവിതശൈലിയും ആർജിക്കുന്നവരാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ബോഡി നിശ്ചയിക്കുന്ന കാര്യം, ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്ന കാര്യം, അതിനെ അങ്ങനെ ചോദ്യം ചെയ്യാറില്ല. കാരണം സംഘത്തിൽ തീരുമാനങ്ങളൊക്കെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു തീരുമാനം കൂട്ടായിട്ട് നടപ്പാക്കുക എന്നുള്ളതാണ് സംഘത്തിൽ പിന്തുടർന്നു വരുന്ന ഒരു ശൈലി. ഈ മോഹൻ ഭാഗവത് റിട്ടയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? 75 വയസ്സായി. ഇല്ല, അതിനൊന്നും സാധ്യതയില്ല. ഇല്ല. ഇപ്പോൾ മോഹൻജിക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന പൂജനീയ സുദർശൻജി, അപ്പോൾ അദ്ദേഹം ആരോഗ്യകര കാരണങ്ങളാൽ പദവി ഒഴിഞ്ഞു. അതിനുശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യാപകമായ ഒരു കൺസൾട്ടേഷൻസ്, സീനിയർ കാര്യകർത്താക്കളോടുള്ള കൺസൾട്ടേഷന് ശേഷം അദ്ദേഹം പ്രതിനിധിസഭയിൽ അത് പ്രഖ്യാപിക്കുകയായിരുന്നു. അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ അത് തുടരുന്നു. അത് എത്ര കാലം ഉണ്ടാവും എങ്ങനെ നമുക്കറിയില്ല. അതെ അതെ അതെ, അത് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കുന്നത്. മോദിയെ മെയ്ക്ക് ചെയ്യുന്നതിൽ RSSനോട് പങ്കുണ്ടോ? ഒരു കൃത്യമായ പ്ലാനിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നാണോ? പ്ലാനിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ മൊത്തം തെറ്റി. അദ്ദേഹം ഇപ്പോൾ ഞാൻ ശാഖയിൽ വന്ന പോലെ, അല്ലെങ്കിൽ മറ്റൊരു സെയിം ശാഖയിൽ വന്ന പോലെ അദ്ദേഹം ശാഖയിൽ വന്നു വിട്ടു. അവിടെ അദ്ദേഹത്തിന് വേണ്ട തരത്തിലുള്ള വീക്ഷണങ്ങൾ വെച്ച് അദ്ദേഹം ആ ഒരു പാത സ്വയം സ്വീകരിച്ചു. അദ്ദേഹം സംഘത്തിലെ പല ചുമതലകൾ വഹിച്ചു. വിഭാഗ പ്രചാരകമായിരുന്നു. ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തിനെ BJPയിലേക്ക് സംഘടനാ സെക്രട്ടറി ആയിട്ട് കൊടുത്തു. അദ്ദേഹം ഓൾ ഇന്ത്യ സംഘടനാ സെക്രട്ടറിയായി. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സംഘടനാ യാത്രയുടെ ഭാഗമായി സ്വാഭാവികമായിട്ട് അദ്ദേഹം ചുമതല വന്നത് മുൻകൂട്ടി പ്ലാനൊന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. അല്ല, ആ സംഘം തന്നെയാണോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയാക്കുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് ഒരു പൊതു കൺസെൻസസ് ഉണ്ടാവുമല്ലോ. അല്ലാതെ ആ ഒരു ഇതുകൊണ്ടല്ല, ഇന്നാര് ആ നിലയ്ക്കല്ല. അത് മൊത്തത്തിൽ ഇപ്പോൾ അദ്ദേഹം വന്നത് നമുക്കറിയാമല്ലോ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. കേന്ദ്ര BJP 2 തവണ ഓൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിന് വിജയിച്ചില്ല. 2004 ഭരണം പോയി BJPയുടെ, 14 പിന്നെ 9 ജയിച്ചില്ല, 2 ടേം പോയില്ല. അപ്പോൾ വന്നപ്പം പുതുതായിട്ട് ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ഇത് വന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം കടന്നു വന്നു, വലിയ മാറ്റമുണ്ടായി. അപ്പം അതാണ് വന്നത്. അപ്പോൾ അല്ലാതെ അതൊരു പ്രത്യേക ആളെ പ്രത്യേക രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് അതല്ല, അങ്ങനെയല്ല. അങ്ങനെ ഇനി അടുത്ത ഒരു മനസ്സിലൂടെ മോദിക്ക് ശേഷം മോദിക്ക് ശേഷം ഒരുപാട് പേരുണ്ട് ഭാരതത്തിൽ. അതിന് സംഘത്തിന് അങ്ങനത്തെ നിർദ്ദേശങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അല്ല, സംഘത്തിന് അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം ആ സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ ഒരുപാട് പേര് ഈ സംഘമായിട്ട് ബന്ധപ്പെട്ട് സ്വയം സേവർ തന്നെയുണ്ട്, സ്വയം സേവരായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. ഇനി ആ സമയത്ത് ആരാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആളിൻ്റെ അഭാവമൊന്നുമില്ല. ഞാൻ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ സംഘവുമായി ബന്ധപ്പെട്ടു. അതിലൊന്ന് വിചാരധാരയാണ്. നമ്മൾ പഴയ ഗുരുജിയുടെ വിചാരധാരയിലേക്ക് പോകുന്നു. അപ്പം അതാണ് RSSൻ്റെ മാനിഫെസ്റ്റോ എന്നും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആളുകൾ പറയുന്നതാണ്, ക്രിസ്ത്യാനികളെ, കമ്മ്യൂണിസ്റ്റുകാരെ, ക്രിസ്ത്യാനികളെ, മുസ്ലിമുകൾ, ഇവർ 3 പേരുമാണ് പ്രധാനപ്പെട്ട ശത്രുക്കളെന്നും അതുകൊണ്ട് ഞാനൊക്കെ ഇപ്പോൾ ഈ സംഘത്തെ സപ്പോർട്ട് ചെയ്യുമ്പം
പറയാറുണ്ട്, നിൻ്റെ അടുത്തൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയാറ്. യഥാർത്ഥത്തിൽ എന്താണത്? ആക്ച്വലി 1940 പൂജനീയ ഗുരുജി സർസംഘചാലകാവുന്നത്. അപ്പോൾ ഏതാണ്ട് 40 മുതൽ 1973 കാലം വരെയുള്ള 33 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബൈഠക്കുകൾ, അതായത് മീറ്റിങ്ങുകളിൽ, പ്രവർത്തകരുടെ മീറ്റിങ്ങുകളിലുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സാഹിത്യവും സമാഹരിച്ച് 2006 12 വോളിയമുള്ള ഗ്രന്ഥസമുച്ചയമുണ്ട്. മലയാളത്തിലുണ്ട്, എല്ലാ ഭാരതീയ ഭാഷകളിലും ഉണ്ട്. ഗുരുജി സാഹിത്യ സർവസ് എന്ന് പറഞ്ഞ് മലയാളത്തിലുമുണ്ട്. അപ്പോൾ ഇത് നോക്കുന്നവർക്ക് ഗുരുജിയുടെ ചിന്തകളെ സംബന്ധിച്ചുള്ള സംശയമൊന്നുമില്ല. 1940 മുതൽ 65 വരെ ഒരു കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് സാഹിത്യം തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിച്ചതാണ് ഈ വിചാരധാര എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു സിദ്ധാന്തം അവതരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമല്ല. പല സന്ദർഭങ്ങളിൽ പല സ്ഥലത്ത് പ്രവർത്തകരോടൊക്കെ സംസാരിച്ചതാണ് ഇത് വന്നത്. അപ്പോൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഈ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഈ 3, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇട്ട് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതൊരു വിശാലമായ ദേശസുരക്ഷ എന്ന് പറയുന്ന ഒരു വിഷയം. ദേശസുരക്ഷ എന്ന് പറയുമ്പോൾ വെറും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം മാത്രമല്ലൊരു വിഷയമല്ല, അത് കുറച്ചുകൂടെ വൈഡർ ഡൈമെൻഷൻ ഉണ്ട്. അപ്പോൾ ആ വൈഡർ ഡൈമെൻഷനിൽ അദ്ദേഹം നമ്മുടെ ദേശത്തിൻ്റെ സുരക്ഷയ്ക്കുള്ള ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുക. അപ്പോൾ ഉദാഹരണമായിട്ട് കാശ്മീരിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പ്രശ്നമില്ലെന്ന് പറയാൻ പറ്റുമോ? വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, നമുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? പഞ്ചാബിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, നമുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലം ചർച്ച ചെയ്യുന്നതാണ് ആ വിഷയം. അതിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ മൊത്തം ചിന്തകളുമായിട്ട് നോക്കുമ്പോൾ അതാരോട് പറയുന്നതാണ്? ഈ രാഷ്ട്രകാര്യങ്ങളിൽ താല്പര്യമെടുക്കേണ്ട പ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുന്ന വിഷയങ്ങളാണ്. അല്ലാതെ പബ്ലിക്കിൽ അദ്ദേഹം അങ്ങനെ പറയുന്നതല്ല. അവർ ഈ ദേശസുരക്ഷ എന്നും ദേശസുരക്ഷയ്ക്ക് ഉള്ള ആഭ്യന്തരമായ വെല്ലുവിളികളും എന്തൊക്കെയാണ് എന്നുള്ള ചർച്ചയിലാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് 3 വിഷയം പല സന്ദർഭത്തിൽ പറഞ്ഞതായിരിക്കും, അത് 3 കൂടെ ഒന്നിച്ച് അല്ല. അപ്പോൾ ഈ അവർ ദേശസുരക്ഷയ്ക്ക് കുഴപ്പമാണ്, അതുകൊണ്ടൊരു വേണ്ട എല്ലാവരും ഹിന്ദുക്കളാവണം എന്നാണ്? ഒരിക്കലുമല്ല. അത് 70കളിലാണെന്ന് തോന്നുന്നു ഈ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സാഹിത്യത്തിലാണ് ഡോക്ടർ ജില്ലാനി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ഉണ്ട്. അത് പൂർണ്ണമായിട്ടും പറയുന്നുണ്ട്. ഈ പറയുന്നത് തന്നെ ചോദിക്കുന്നുണ്ട്, ഇന്ത്യനൈസേഷൻ അന്ന് ജനസംഘത്തിൻ്റെ ഒരു ആശയമാണ് ഇന്ത്യനൈസേഷൻ, ഭാരതവൽക്കരണം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഗുരുജിയോട് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് എല്ലാവരും ഹിന്ദുമതം സ്വീകരിക്കണമെന്നൊന്നുമല്ല. പക്ഷേ നമ്മളൊരു സൊസൈറ്റിയാണ്. ഭാരതത്തിലെ ഹിന്ദുക്കളല്ല, നമ്മുടെ മുഴുവൻ ജനതയും ഒരു സൊസൈറ്റിയാണ്. സംഘം അതിനെ ഹിന്ദു സൊസൈറ്റി എന്ന് പറയുന്നു. നമ്മൾ ഒരേ മാതൃഭൂമിയുടെ മക്കളാണ്. നമ്മൾ ഒരു പൊതുവായ സംസ്കൃതിയെ നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്നു. മതവും വിശ്വാസവും ഒക്കെ വേറെ ആയിരിക്കാം, പക്ഷേ ഒരു പൊതു സംസ്കൃതിയെ ഷെയർ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കെല്ലാം ഒരു പൊതു പൂർവികരുടെ ചരിത്രവും നമുക്കുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിലെല്ലാം ഭാരതത്തിലെ ആളുകളെല്ലാം ഒരു അമ്മയുടെ മക്കളെ പോലെ പെരുമാറണമെന്നാണ് സംഘം വിചാരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ ക്രിസ്ത്യാനിയോടോ മുസ്ലിമിനോടോ? ഇല്ല. പക്ഷേ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല, മതപരിവർത്തനത്തിൻ്റെ പ്രശ്നം ഉണ്ടായി, മറ്റേ അപ്പം നമ്മളുണ്ടാവുന്നില്ല പ്രശ്നമായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സംഘം നമ്മളിപ്പോൾ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ അല്ല എന്ന് പറയുമ്പോൾ അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇന്ത്യയുടെ കൾച്ചറിൽ, ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്നത് ഒരിക്കലും ഒരു വിദൂരമായ ഒരു സങ്കല്പം പോലും ആവില്ല. കാരണം അത് ഒരു മതമല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു മതമല്ല ഉള്ളത്. ഇപ്പം നമ്മൾ സെമിറ്റിക് മതങ്ങളെ മാത്രം ഇങ്ങനെ എടുത്തു പറയുമെങ്കിലും ഇവിടെ എന്താണ് 333 കോടി ദേവന്മാരുണ്ട്, നിരവധി ആരാധന സമ്പ്രദായങ്ങളുണ്ട്,
മതങ്ങളുണ്ട്, പുതിയ ന്യൂ റിലിജിയൻസ് ഇവിടെ വരുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഇവിടെ പ്രസക്തിയുണ്ട്. അതിനൊന്നും ആരും ഇത് ചെയ്യുന്നില്ല. പക്ഷേ ഇതെല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട് എന്ന് പറയുന്ന ലോകത്തിലെ ഒരു സിവിലൈസേഷൻ നമ്മളുടെ മാത്രമാണ്. അതിനെ ഹിന്ദുയിസം നമ്മൾ വിളിക്കും. അതിനെയാണ് ഹിന്ദുയിസം എന്ന് വിളിക്കുന്നത്. അതിന് ഒരു ക്യാരക്ടർ അതാണ്. പല ക്യാരക്ടറും നമുക്ക് പറയാം, പക്ഷെ ഒരു ക്യാരക്ടർ അതാണ്. ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമോ? ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ടതല്ല, ഭാരത ഹിന്ദു രാഷ്ട്രമാണ്. അതാണ് RSSൻ്റെ കൺവിക്ഷൻ. ഹിന്ദു രാഷ്ട്രമാണ്, നാളെ ഹിന്ദു രാഷ്ട്രമായിരിക്കും എന്നതാണ് കൺവിക്ഷൻ. പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനം വേണ്ട, പ്രഖ്യാപിച്ച ആവശ്യമില്ല, പ്രഖ്യാപനം നിർമ്മിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനെ പുനർനിർമ്മിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ RSS ഇത്രയും ആദർശമൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ മറ്റേ ബാങ്ക് അക്കൗണ്ടില്ല, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നൊന്നും പറയാനില്ല. കാരണം ഇന്നിപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ടി വരും. എന്തുകൊണ്ടാണ്? എല്ലാം ഗൂഗിൾ പേ ഒക്കെ അല്ലേ ആളുകൾക്ക്. കാരണം ഇപ്പോൾ അല്ല, ഞാൻ പറഞ്ഞ വിവാഹം അത്രയും ഒരു ആദർശശുദ്ധിയോടെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി വ്യക്തികളെ സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനമായിരിക്കുമ്പോഴും നമ്മുടെ കേരളത്തിലടക്കം പലയിടങ്ങളിലും ഈ RSS ഒരുപാട് കൊലപാതക കേസുകൾ പ്രതിയാകുന്നു, ഒരുപാട് കൊല്ലപ്പെടുന്നു. അതുപോലെ തന്നെ വടക്കേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മതത്തിൻ്റെ പേരിൽ കൊലപാതകം നടക്കുന്നു, അല്ലെങ്കിൽ പശുവിൻ്റെ പേരിൽ കൊലപാതകം നടക്കുന്നു. നമുക്കതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? രണ്ട് കാര്യമാണ് നമ്മളതിൽ പറയേണ്ടത്. ഒന്ന്, സംഘം അടിസ്ഥാനപരമായി ഹിംസയിൽ വിശ്വസിക്കുന്നില്ല, ഹിംസയെ പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ ഈ ചില സന്ദർഭങ്ങളിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും CPM-ഉമായിട്ടാണ് സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ CPM ഭരിച്ചിരുന്ന രണ്ട് സംസ്ഥാനം കേരളവും ബംഗാളുമാണ്. ബംഗാളിലെ എന്താണ് മമത വരുന്നതിന് മുമ്പുള്ള അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. വയലൻസ് അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പ്രമാണമാണ്. മനസ്സിലായി? ആ വിശ്വാസ പ്രമാണമുള്ള ആളുകൾ മറ്റുള്ളവരുടെ മേൽ ഹിംസ ചെലുത്തി അവരെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഓൾ ഇന്ത്യ തലത്തിൽ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിതമായ പ്രവർത്തകരെ പൂർണ്ണമായിട്ട് അങ്ങ് കീഴടക്കില്ല. അവിടെയാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ മുഴുവൻ ഭാരതം നോക്കൂ, മുഴുവൻ ഭാരതത്തിലും സംഘവും മറ്റുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടോ മതവിഭാഗമായിട്ടോ എവിടെയാണ് സംഘർഷമുള്ളത്? സംഘർഷമില്ല. പിന്നെ നമ്മളീ പറയുന്നതാണ് ഇപ്പോൾ പശു മാംസത്തിന്, അതൊക്കെ ഒറ്റപ്പെട്ട ചില ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസാണ്. സംഘത്തിൻ്റെ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലോ ഉണ്ടാകുന്നതല്ല. പക്ഷേ വടക്കേറ്റിലൊക്കെ പലരെയും മുസ്ലിം ആളുകളെയൊക്കെ പശുവിനെയൊക്കെ കടത്തി പറഞ്ഞ് കൊല്ലാറുണ്ട്. അത് ലോക്കലായിട്ടുള്ള ചില ഇഷ്യൂസാണത്, ലോക്കൽ വികാരങ്ങളുടെ പേരിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് UP യിൽ തന്നെ ഉണ്ടായ ഒരു പശുവിനെ മോഷ്ടിച്ച് മാംസം കടത്തി എന്നൊക്കെ പറഞ്ഞ കേസുകളിലാണ് ഈ ഇഷ്യൂ. അത് ഗ്രാമീണർ ഒന്നിച്ചു വരികയാണ്, ഒറ്റയ്ക്കല്ല. അത് ആരെങ്കിലും ചെയ്യുന്ന ഒരാളുടെ ഒരു പ്രശ്നമല്ല. ഗ്രാമീണർ ഒന്നിച്ച് വന്ന് അവിടുത്തെ ആ പ്രാദേശികമായിട്ടുള്ളൊരു സൈക്കോളജിയാണ് അതിലൊക്കെ പ്രതിഫലിക്കുന്നത്. അല്ലാതെ അത് സംഘത്തിൻ്റെ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഒരുപാട് ഹിന്ദു സംഘടനകൾ RSSൻ്റെ ലേബലിൽ ഉണ്ട്. RSS ആവണം നിർബന്ധമില്ല. ഇപ്പോൾ ഹനുമാൻ സേന, ശ്രീരാമസേന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ച ഒരു സ്ത്രീയുടെ സംഘടന. ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഇതിനെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ RSS എന്താ കഴിയാതെ? ഇവരൊക്കെയാണ് വാസ്തവത്തിൽ പലപ്പോഴും കുറേ പ്രശ്നങ്ങളുണ്ട് അതിൽ. അതൊരു പുതിയ കാലം ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലേബലിൽ വരുമ്പോൾ ഇതാരാണ് യഥാർത്ഥ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. സംഘത്തിന് കൺഫ്യൂഷനാണ്. ഇത് അല്ലെന്ന് പറയാൻ പറ്റുമോ, ആണെന്ന് പറയാൻ പറ്റുമോ, ഇനി അവിടെ പുതിയൊരു സംഘടന തുടങ്ങിയോ? ഇതൊന്നും വരാത്ത കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിശാലത കൊണ്ടും. പക്ഷേ ഇതിൻ്റെ ഈ അന്തരീക്ഷത്തെ പരമാവധി മുതലെടുത്ത് പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഉണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അത് നിയന്ത്രിക്കാൻ പറയുന്നത് സംഘം അതിൻ്റെ പേരിൽ പ്രസ്താവനയായിട്ടൊക്കെ വരേണ്ടി വരും, വിശദീകരണം കൊടുക്കേണ്ടി വരും. പലപ്പോഴും ഈ ആൾക്കൂട്ടങ്ങൾ ചെയ്യുന്ന വൃത്തികേടുകളാണ് സംഘത്തിന് ദോഷം ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. ഒരുപാട് ഗുണത്തെക്കാൾ ഏറെ സംഘത്തിന് ദോഷം ചെയ്തുകൊണ്ട്, സംഘത്തിൻ്റെ ഇമേജിന് ദോഷം ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളും ഉണ്ട്, സംഘടനകളും. നമ്മുടെ നാട്ടിൽ പോലും ചില വ്യക്തികൾ, ഞാൻ പറഞ്ഞത് മദർ തെരേസയ്ക്കെതിരെയും സംഘത്തിന് പ്രഖ്യാപനം മദർ തെരേസയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഞാനൊക്കെ ബഹുമാനിക്കുന്ന TG മോഹൻദാസ് ആലപ്പുഴ ഒരു പള്ളി പൊളിക്കണമെന്നാണ് പറഞ്ഞത്. പള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, വലിയ പ്രശസ്തമായ പള്ളിയാണ്. മനസ്സിലായി.
അപ്പം അത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഇതൊക്കെ സത്യത്തിൽ ഈ സംഘത്തിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റാൻ കാരണമാവത്തില്ല. അതിനൊന്നും ഒരു മാനദണ്ഡം ഉണ്ടാക്കി അല്ല. ഇപ്പം സംഘത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന കുറേ വ്യക്തികളെങ്കിലും അവർ സ്വന്തം അതോറിറ്റിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാട്ടുകാർ വിചാരിക്കുന്നത് എന്താണ്? ഇതെല്ലാം സംഘത്തിൻ്റെ ആളുകളാണെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ പൊതുസമൂഹത്തോട് ഒരു വിഷയം സംസാരിക്കുമ്പോൾ കഴിയുന്നതും അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയോ ഭയാശങ്കകളോ ഉണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കണം. അതൊരു ബേസിക്കായിട്ടുള്ള ഒരു കൾച്ചറാണ്, നമ്മൾ വളർത്തേണ്ട ഒരു കൾച്ചറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കും പറയുന്നത്, നിങ്ങൾ സത്യസന്ധമായിട്ടും ആയിരിക്കാം പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് കേൾവിക്കാരതെങ്ങനെ മനസ്സിലാക്കുന്നു, കേൾവിക്കാരെങ്ങനെ എടുക്കുന്നു. ഇപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ വളരെ തീവ്രമായ ഭാഷയിൽ സംസാരിക്കുന്ന പലരും ഉണ്ട് ഇപ്പോൾ. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തെ പൊതുമധ്യത്തിൽ ഇകഴ്ത്തുകയാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. എന്നോട് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം അവരുടെ ഉദ്ദേശം ശരിയായിരിക്കാം ഒരു പക്ഷേ സംഭവിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഈ ഛത്തീസ്ഗഡിലെ കാര്യം കൊണ്ട് ചോദിക്കും, 1-2 കാര്യം കൂടി നമുക്ക് അവസാനിപ്പിക്കും. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീയുടെ വിഷയത്തിലൊക്കെ അതൊരു ക്രൈസ്തവർക്കിടയിൽ വിശ്വാസ്യതയെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അത്തരം സാഹചര്യം ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു? അല്ല, അതിലെ വേറെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഈ സംഘടിത മതം മാറ്റം എന്നത് സംഘം ബേസിക്കായിട്ട് എതിർക്കുന്ന ഒരു കാര്യം. എതിർക്കണം. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നഷ്ടപ്പെടും. അല്ല, അതിലൊരു തർക്കമില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ നേരത്തെ പറയുന്ന ഈ ഓരോ സ്ഥലത്ത് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായ ആളുകൾ അവരുടെ എന്താണ് പറയുന്നത്, ചില വൈകാരികമായ ചില പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഉപരിതലത്തിൽ നിന്ന് കാര്യങ്ങൾ പറയുന്ന പോലെ അല്ലല്ലോ. നമ്മൾ റിയൽ ഗ്രൗണ്ടിൽ നിന്നിട്ട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവിടെ കുറച്ച് വൈകാരികമാണല്ലോ എല്ലാം. അപ്പോൾ ഒരാൾ അങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു, ഉടനെ നമ്മൾ ചൂടായിട്ട് പ്രതികരിച്ചു. ഇങ്ങനെ വരുന്ന ചില സംഭവങ്ങളാണ് അതെല്ലാം. പക്ഷേ പൊതുവിൽ നമ്മൾ അത്തരം വിഷയങ്ങളെ കഴിയുന്നതും വേണം, നിയമത്തിൻ്റെ വഴിയിലൂടെ അത് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് പൊതുവെ. പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് സർസംഘയിൽ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ നിയമത്തിൻ്റെ വഴിയിലൂടെ വേണം, അങ്ങനെ ഒരു തെറ്റാണ് നമുക്ക് തോന്നുന്നെങ്കിലും അതിനെ കഴിയുന്നതും നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണ് അതിന് പരിഹാരം തേടേണ്ടത്. ഫിസിക്കലായിട്ടുള്ള റെസിസ്റ്റൻസ് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് സംഘത്തിൻ്റെ പൊതുവായിട്ടുള്ള ഇത്. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുന്നു, അത്രയേ ഉള്ളൂ. ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു, അവരുടെയൊക്കെ തുടർച്ച SDPI, ഇത്തരം ആളുകളൊക്കെ ഈ RSSനെ വലിയൊരു ഫാസിസ്റ്റ് സംഘടനയെ കാണുകയും വംശഹത്യയാണ് അജണ്ട എന്ന് പറയുക, അതങ്ങ് അടിച്ചേൽപ്പിക്കുകയും അത് CPM അടക്കമുള്ള പാർട്ടികളും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഏറ്റെടുക്കും. പക്ഷേ ഫലപ്രദമായി ഇങ്ങനെയല്ല സംഘം. ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാനൊക്കെ ഈ അടുത്ത കാലത്താണ്, ഈ കഴിഞ്ഞ കുറേ വർഷത്തെ സഹവർത്തിത്വം കൊണ്ടാണ് നമുക്കൊക്കെ ഒരു ബഹുമാനവും ഇഷ്ടവും തോന്നുന്നത്. അതുവരെ നമുക്കൊക്കെ ഒരു ഭയമായിരുന്നു, എന്തോ കുഴപ്പക്കാരാണ്. അതിപ്പം സംഘത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അമൃതാനന്ദമയി ഒരു കുറ്റവും ചെയ്യാതെ എന്തോ കുഴപ്പക്കാരിയാണ് എന്നൊരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരം ഈ തോന്നലുകളെ, ഇത്തരം ഈ പ്രചരണങ്ങളെ അതിജീവിക്കാൻ അങ്ങനെയല്ല സംഘത്തിനങ്ങനെ ഭിന്നതയില്ല, വിഭാഗിതയില്ല. അതൊരു ഇന്ത്യൻ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി നല്ല വ്യക്തികളെ വാർത്തെടുക്കുന്ന പ്രസ്ഥാനമാണെന്നത് വേണ്ടതുപോലെ സാധാരണക്കാരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, അതിലെ സംഘത്തിൻ്റെ ഒരു ശൈലിയുടെ ഒരു പ്രശ്നമുണ്ടത്. അപ്പോൾ സംഘത്തിലൊരു പ്രചാർ വിഭാഗം ഉണ്ടായതെന്ന് പറയുന്നത് 1994-95 കാലത്താണ്. അപ്പോഴാണ് ഒരു പ്രചാർ വിഭാഗം ഉണ്ടാകുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയില്ല. പിന്നെ സംഘത്തിൻ്റെ ഈ മൗലിക പ്രവർത്തനത്തിന് പ്രചരണം ആവശ്യമില്ല. നമ്മളൊരു ക്ലാസ് നടത്തുമ്പോൾ അതിനെന്തിനാ പ്രചരണം? കുട്ടികൾ വരാൻ വേണ്ടിയുള്ള പ്രചരണമല്ല ഉള്ളൂ. ഇത് നല്ല ക്ലാസ്സാണെന്നുള്ള ഒരു മാർക്കറ്റിങ്ങിൻ്റെ രീതിയിലുള്ള ആ തരത്തിലുള്ള ഒരു പ്രചരണം പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ സംഘം ആരംഭകാലം മുതൽ ഇത്തരം വിമർശനം കേട്ടതല്ലേ, അതങ്ങ് നടന്നോട്ട്, സംഘത്തിൻ്റെ പ്രവർത്തനം ചെയ്യുന്നു എന്നൊരു സമീപനമാണ്. പക്ഷേ പുതിയ കാലത്ത് സംഘം ഈ പറയുന്ന പോലെ സംഘത്തിൻ്റെ ശരിയായ ഇമേജ് സമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ, ഈ പറയുന്ന പ്രചാര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വിശ്വസംവാദ കേന്ദ്രം പോലുള്ള പ്രവർത്തനങ്ങളുണ്ട്.
അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രവർത്തനം ഇപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ ചോദ്യം, എന്താണ് സംഘം RSSൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ RSSൻ്റെ ലക്ഷ്യം? ഇനിയുള്ള അവർക്ക് ചെയ്തു തീർക്കാനുള്ള ജോലി എന്താണ്? രണ്ട് തലമുണ്ട് അതിന്. ഒന്ന്, ഭാരതം ഒരു വികസിത രാഷ്ട്രമാണോ എന്നൊരു സ്വപ്നം നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതെ, ഭൗതികമായ അർത്ഥത്തിലാണ് അത് പൊതുവിൽ പറയുന്നത്. പക്ഷേ ആ അർത്ഥത്തിൽ മാത്രമല്ല, ഭാരതത്തിന് ഒരു ധർമാധിഷ്ഠിതമായ, ഒരു മൂല്യാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ക്രമം സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. കാരണം നമ്മൾ ഇന്ന് പിന്തുടരുന്ന ഒരു ലോകക്രമം എന്ന് പറയുന്നത് കഴിഞ്ഞ 500 വർഷത്തിനിടയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഭൗതികവാദപരമായ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ആകെ എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയുന്നത് എന്താണ്? ധനം ഉണ്ടാകണം, സുഖമായിട്ട് നമുക്ക് ജീവിക്കണം. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൗതികമായ ഒരു തലം മാത്രമല്ല, അതിന് മറ്റൊരു തലമുണ്ട് എന്ന് ഭാരതത്തിലെ ഋഷിമാർ പറയുന്നു. നമ്മുടെ പാരമ്പര്യം അതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സമഗ്രമായ വികാസത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ധർമാധിഷ്ഠിതമായ ലോകക്രമം വരണം. ഭാരതം നന്നായാൽ പോരാ, ലോകക്രമം വരണം. ആ ലോകക്രമം വരണമെങ്കിൽ ഭാരതം എല്ലാ നിലയ്ക്കും ഒരു മാതൃകാ രാഷ്ട്രമായിട്ട് വികസിക്കണം. നമ്മുടെ GDPയുടെ മാത്രം ലെവലല്ല, അപ്പോൾ ക്വാളിറ്റിയിലും വരുന്ന ഒരു രാഷ്ട്രമാണ്. ഭാരതത്തെ ഉറ്റുനോക്കുന്നു, ലോകം ഉറ്റുനോക്കുന്നു. എന്തിനു വേണ്ടി? മാർഗദർശനത്തിൻ്റെ എല്ലാ തരത്തിലും, വികാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യബന്ധങ്ങളുടെ മാത്രമല്ല, ആധ്യാത്മിക പ്രവണതയുടെ കാര്യത്തിലും എല്ലാത്തിലും ഒരു രാഷ്ട്രമായിട്ട് വരണം. അങ്ങനെ അതാണ് സംഘത്തിൽ ലോക ഗുരുസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രമായി അതിന് എന്തുണ്ട്? അത് ലോകത്തിന് അനുഗ്രഹമായി നിൽക്കുന്ന രാഷ്ട്രമാണ്. അപ്പോൾ കൊറോണ കാലത്താണ് നമ്മുടെ പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് എന്നൊരാശയം വന്നത്. അപ്പോൾ അദ്ദേഹം അതിനോടൊപ്പം പറഞ്ഞു, ഭാരതത്തിൻ്റെ ആത്മനിർഭരത എന്നത് ഒരു ആത്മകേന്ദ്രിതമായ സെൽഫ് സെൻറ്റേർഡ് കൺസെപ്റ്റ് അല്ല. കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രത്തിന് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ സഹായിക്കാൻ കഴിയുന്ന, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ഭാരതം, അവിടാണ് ഈ ആത്മനിർഭര ഭാരതം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആ അർത്ഥത്തിലാണ് സംഘത്തിൻ്റെ കാഴ്ചപ്പാട്. സംഘത്തിനല്ലാതെ വേറൊരു കാഴ്ചയുള്ള, നമുക്ക് അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനമന്ത്രി ആയിട്ട് നമ്മുടെ കുറേ ആളുകൾക്ക് ഇരിക്കണം, ആ അർത്ഥത്തിലല്ല. അതിൻ്റെ ഒരു സിവിലൈസേഷണലായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് സംഘത്തിനുള്ളത്. അല്ലാതെ നമ്മൾ സാധാരണ അർത്ഥത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ലക്ഷ്യമല്ല. അതിനെ നമുക്ക് ഒരു സിവിലൈസേഷനിലെന്നോ ഒരു സ്പിരിച്വലെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ളൊരു വൈഡ് കൺസെപ്റ്റാണ് അത്. അതിലേക്ക് അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യമില്ലെങ്കിൽ താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ജീവിതം സമർപ്പിക്കും ആളുകൾ? ആ ഒരു ഇന്നല്ലെങ്കിൽ നാളെ അതിവിടെ സംഭവിക്കും. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഡെസ്റ്റിനിയാണ്, അത് നമ്മുടെയും ഡെസ്റ്റിനിയാണെന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ സമർപ്പണത്തിന് തയ്യാറാവുന്നത്. അതാണ് അതിൻ്റെ ഒരു തെലങ്കയുടെ സമർപ്പിത ജീവിതം തുടരട്ടെ. വിശദമായി നമ്മൾ സംസാരിച്ചു. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കൂടുതൽ ഭാരതം ലോകത്തിന് വെളിച്ചം നൽകുന്നതും മാതൃകയാവുന്നതുമായ ഒരു കാലം നമുക്ക് കാത്തിരിക്കാം. നന്ദി. താങ്ക് യു.